श्रीशङ्कराचार्यवर्यं सर्वलोकैकवन्द्यं भजे देशिकेन्द्रं भजे ബഹുമാനപ്പെട്ട സ്വാമിജി, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ പ്രണാമം. മനീഷ പഞ്ചകം ശങ്കരാചാര്യരുടെ വളരെ ഉത്കൃഷ്ടവും എന്നാൽ അതീവ സംക്ഷിപ്തവുമായിട്ടുള്ള വേദാന്ത തത്വ പരാമർശകമായ ഒരു കൃതിയാണ്. ഇതിനെ പറ്റിയിട്ടുള്ള സങ്കല്പങ്ങളും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളും ഒക്കെ എല്ലാവർക്കും സുപരിചിതമാണ്. ശങ്കരഭഗവത്പാദർ കാശിയിലായിരുന്ന സമയത്താണ് അദ്ദേഹം ഒരു ദിവസം സ്നാനം കഴിഞ്ഞു വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മാർഗത്തിൽ ഒരു ചണ്ടാലനെ കാണുകയും, ചണ്ടാലൻ 4 നായ്ക്കളുമായിട്ടാണ് ചണ്ടാലൻ ആ വഴി കാണപ്പെട്ടത്. അദ്ദേഹത്തോട് മാറി നിൽക്കണം എന്ന് ശങ്കരാചാര്യരോടൊപ്പമുള്ള ആളുകൾ അഭ്യർത്ഥിച്ചു എന്നും പറഞ്ഞു എന്നും ഉടൻ തന്നെ ആ ചണ്ടാലൻ അദ്ദേഹത്തോട് ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചു എന്നുമാണ് സങ്കല്പം. ആ ചോദ്യം ഇങ്ങനെയായിരുന്നു: അന്നാദന്നമയം അഥവാ ചൈതന്യമേവ ചൈതന്യാത് യതിവര ദൂരീകർത്തും വാഞ്ചസി കിം ബ്രൂഹി ഗച്ഛ ഗച്ഛേതി. അല്ലയോ യതിവര, അങ്ങനൊരു ശ്രേഷ്ഠനായ സന്യാസിയാണ്. അങ്ങന്ന് ശ്രേഷ്ഠനായ സന്യാസി അവിടെ നിന്ന് ആരോടാണ് നീങ്ങാൻ പറയുന്നത്? ഒരാളോട് പറയുമ്പോൾ ആ ആൾ അയാളുടെ ശരീരം മാത്രമല്ല, അയാളുടെ ആത്മാവും കൂടിയാണ്. അതിൽ അന്നമയമായ ഒരു ഭാഗമുണ്ട്, ചൈതന്യമയമായ ഒരു യാഥാർത്ഥ്യവും ഉണ്ട്. അന്നാത് അന്നമയം ചൈതന്യം ഏവ ചൈതന്യാദിച്ച ജായേതേ. അന്നത്തിൽ നിന്നാണ് അന്നമയമായ ശരീരം ഉണ്ടാകുന്നത്, ചൈതന്യത്തിൽ നിന്നാണ് ചൈതന്യം ഉണ്ടാകുന്നത്. അപ്പൊ ഒരു വ്യക്തിയിൽ അയാളുടെ ശരീരമുണ്ട്, ആ ശരീരം അന്നമയമാണ്, അന്നത്തിൽ നിന്നാണ് ശരീരം ഉണ്ടാകുന്നത്. പഞ്ചാഗ്നിയിൽ നിന്ന് അന്നമുണ്ടാകുന്നു, അല്ലെ? ആ അന്നത്തിൽ നിന്ന് ശരീരമുണ്ടാക്കുന്നു. പഞ്ചാഗ്നി എന്ന് ഉപനിഷത്തിൽ പറയുമ്പോൾ അവിടെ ദ്യോവ് ആകാശം, പർജന്യൻ മഴ, ഭൂമി, പിന്നെ പുരുഷൻ, സ്ത്രീ, ഇങ്ങനെ 5 പിന്നെ 5നെയും പഞ്ച അഗ്നികളായി പറഞ്ഞിട്ടുണ്ട്. പഞ്ചാഗ്നികൾ, പല പഞ്ചാഗ്നികളുണ്ട്, നമുക്ക് അറിയാവുന്നതാണ്. ദക്ഷിണാഗ്നി, ഗാർഹപത്യാഗ്നി, ആഹവനീയാഗ്നി, സഭ്യാഗ്നി, ആവസഥാഗ്നി, ഇങ്ങനെ 5 അഗ്നികളുണ്ട്. പിന്നെയും പാർവതിയൊക്കെ തപസ് ചെയ്ത് പഞ്ചാഗ്നി മധ്യത്തിലാണ്. ആ പഞ്ചാഗ്നി എന്ന് പറയുന്നത് ഇതും അല്ല, 4 പാടും സംഭൃതമായ അഗ്നികുണ്ഡങ്ങളിൽ എരിയിച്ച അഗ്നി, മുകളിൽ സൂര്യൻ, ഇങ്ങനെയുള്ള 5 അഗ്നികളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പാർവതിയൊക്കെ തപസ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അഗ്നി, നാനാപ്രകാരങ്ങളായിട്ടുള്ള അഗ്നി ഈ ഭൂമിയിൽ ഉണ്ട്. അപ്പൊ അതിൽ ഈ ഉപനിഷത്തിൽ പറയുന്ന അഗ്നി, അതായത് ദ്യോവ്, പർജന്യൻ, ഭൂമി, പുരുഷൻ, സ്ത്രീ, ഇങ്ങനെ 5 ഇതിൽ നിന്നുണ്ടാകുന്ന, അപ്പോ ആകാശത്തിൽ നിന്ന് വൃഷ്ടി പതിക്കുന്നു, അതിലൂടെ പലവിധത്തിലുള്ളതായ ലവണങ്ങളും ഭൂമിയിൽ വരുന്നു. ആ ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ ഉണ്ടാകുന്നു, സസ്യങ്ങളിൽ നിന്ന് സസ്യങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് എല്ലാ ജീവികളുടെയും സ്ത്രീ പുരുഷന്മാരുണ്ടാകുന്നു, അതിൽ നിന്ന് പിന്നെയും സൃഷ്ടി ഉണ്ടാകുന്നു. ഇങ്ങനെ അന്നമയമായ വസ്തുവിൽ നിന്ന് ഉണ്ടാകുന്ന ശരീരം അന്നമയമാണ്. അതായത് എൻ്റെ ഈ കാണുന്ന ശരീരം ഇത് അന്നമയമാണ്. എന്നാൽ ചൈതന്യത്തിൽ നിന്ന് ഉണ്ടാകുന്ന ചൈതന്യമുണ്ട്, പരമാത്മ ചൈതന്യം, പരബ്രഹ്മം ആകുന്ന ചൈതന്യം. ആ ചൈതന്യത്തിൽ നിന്നാണ് ഓരോ ജീവിയുടെയും ആത്മാവ്, ആ ചൈതന്യ സ്വരൂപമാണ്.
അപ്പൊ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ, ഞാൻ ഈ 4 പട്ടികളും ഞാനും ഇവിടെ നിൽക്കുമ്പോൾ ഇവയിലെല്ലാമുള്ള ഈ അന്നമയമായ ശരീരത്തോടാണോ അങ്ങ് മാറാൻ പറയുന്നത്? അതാണെങ്കിൽ അങ്ങയുടെയും ശരീരം അന്നമയമായ ശരീരം തന്നെയാണ്. അപ്പോ എന്തുകൊണ്ട് അന്നമയമായ ഒരു ഗാത്രത്തിന് വേണ്ടി മറ്റൊരു ഗാത്രം മാറി നിൽക്കണം എന്നുള്ളത് ഒരു ചോദ്യം. ഇനി അതല്ല, ചൈതന്യാംശമായിട്ടുള്ള എന്നിലും ഈ നായ്ക്കളിലും എല്ലാമുള്ള ചൈതന്യം, ആ ചൈതന്യത്തോടാണ് മാറാൻ പറയുന്നതെങ്കിൽ അങ്ങയിലും ഉള്ളത് അപ്രകാരം ഒരു ചൈതന്യമാണ്. ആ ചൈതന്യമാണ് അങ്ങയെയും സചേതനായി നിലനിർത്തുന്നത്. ഇതിൽ ഏതിനോടാണ് അങ്ങ് മാറാൻ പറയുന്നത് എന്ന ഒരു ചോദ്യമാണ് ആ ചണ്ഡാലൻ അവിടെ ശങ്കരാചാര്യർക്ക് മുമ്പിൽ ഉന്നയിച്ചത്. തന്നെയുമല്ല, അദ്ദേഹം വീണ്ടും പറയുന്നു, ഐക്യത്തെ, ഏകത്വ ഭാവനയെ ഉറപ്പിക്കുന്ന ഒരു ശ്ലോകം കൂടെ അവിടെ പറയുന്നുണ്ട്. എന്താണത്? കിം ഗംഗാംബുനി ബിംബിതംബരമണൗ ചണ്ഡാലവീധി പയ പൂരേ വാന്തരമസ്തി കാഞ്ചനഘടീ മൃത്കുംഭയോർവാംബരേ പ്രത്യഗ്വസ്തുനി നിസ്തരംഗ സഹജാനന്ദ അവബോധാംബുധൗ വിപ്രോയം ശ്വപചോയമിത്യതി മഹാൻ കോയം വിഭേദ ഭ്രമഃ. അല്ലയോ പണ്ഡിതനായിട്ടുള്ള യതിവര്യ, ഗംഗാംബുനി ബിംബതേ അംബരമണവും, അംബരമണി സൂര്യൻ. അപ്പോ ഗംഗാജലത്തിൽ സൂര്യന്റെ പ്രതിബിംബം ഉണ്ട്. അതുപോലെ തന്നെ ചണ്ഡാലന്മാർ തിങ്ങി വസിക്കുന്ന പ്രദേശങ്ങൾ, ചേരി പ്രദേശങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവരുടെ വൃത്തികെട്ട ആ പരിസരങ്ങളിൽ പലപ്പോഴും വൃത്തികെട്ട പരിസരങ്ങളായിരിക്കും. അതുകൊണ്ടാണ്, അല്ലാതെ ചണ്ഡാലന്മാരെല്ലാവരും വൃത്തികെട്ട പരിസരത്തിലെന്നില്ല. ധാരാളം ആളുകൾ താമസിക്കുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ടുള്ളതായ അശുദ്ധി, മിക്കവാറും മലിനജലം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങൾ അവിടെ ഉണ്ടാകും. അതിലും സൂര്യന്റെ പ്രതിബിംബമുണ്ട്. ഗംഗ ഏറ്റവും പരമപാവനിയായിട്ടുള്ള ഗംഗാനദിയിൽ സൂര്യൻ പ്രതിബിംബിച്ച് കാണുന്നു. ചണ്ഡാലന്മാർ വസിക്കുന്ന ഇടങ്ങളിൽ മലിനജലത്തിലും എവിടെയൊക്കെ മലിനജലം കെട്ടി നിൽക്കുന്നുണ്ടോ, അതിലൊക്കെ അഥവാ പ്രവഹിക്കുന്നുണ്ടോ, അതിലെല്ലാം സൂര്യബിംബം പ്രതിബിംബിക്കുന്നുണ്ട്. ഈ സൂര്യബിംബങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഗംഗയിൽ പ്രതിബിംബിച്ചിരിക്കുന്ന സൂര്യബിംബത്തിന് എന്തെങ്കിലും സവിശേഷമായ പരിശുദ്ധി ഉണ്ടോ? അഥവാ ചണ്ഡാല വീതിയിലെ പയസിൽ പ്രതിബിംബിച്ചിരിക്കുന്ന സൂര്യബിംബത്തിന് എന്തെങ്കിലും അശുദ്ധിയുണ്ടോ? യാതൊരു അശുദ്ധിയും ഈ രണ്ടെണ്ണത്തിലുമില്ല. എല്ലാം ഒരേപോലെ, ഒരേയൊരു അമ്പരമണിയുടെ, ഒരേയൊരു ദിനകരന്റെ അഥവാ സവിതൃദേവന്റെ പ്രതിബിംബമാണ് ഇവിടെ എല്ലാം കാണുന്നത്. എല്ലാം ഒരേപോലെ തന്നെയാണ്. അതുപോലെ തന്നെ മൺകുടത്തിനുള്ളിൽ എന്തുണ്ട്? ആകാശമുണ്ട്. അവിടെ ശൂന്യമായ സ്ഥലമുണ്ട്, അഥവാ അവിടെ ആകാശമുണ്ട്. ഒരു സ്വർണമയമായ ഘടത്തിലും ആകാശമുണ്ട്. അതിൻ്റെയും ഉള്ളില് എന്തുണ്ട്? ഈ പറയുന്നതായ വാക്വം, അഥവാ അതിൻ്റെ ഉള്ളിൽ ആകാശമുണ്ട്. ഈ ആകാശങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും അന്തരമുണ്ടോ? യാതൊരു അന്തരവും ഇല്ല. അതുപോലെ തന്നെയല്ലേ ഈ അങ്ങയിലും എന്നിലും ഈ പട്ടികളിലും ഒക്കെയുള്ള ചൈതന്യം ഒന്ന് തന്നെയല്ലേ? അഥവാ നമ്മുടെയൊക്കെ ശരീരമുണ്ടായിരിക്കുന്ന ആ പാർത്ഥിവമായ അംശം, പൃഥ്വിയുടെ അംശം, അതെല്ലാം ഒന്ന് തന്നെയല്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ പ്രത്യഗ്വസ്തുനി നിസ്തരംഗ സഹജ ആനന്ദാവബോധാംബുധൗ, പ്രത്യക്കായ വസ്തു. പ്രത്യക് എന്ന പദത്തിന് പടിഞ്ഞാറെന്നൊരർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പിന്നിലുള്ള, പടിഞ്ഞാറിനെ തന്നെ നമ്മൾ പിന്നിലുള്ളതെന്ന അർത്ഥത്തിൽ തന്നെയാണ് പടിഞ്ഞാറെന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ സന്ധ്യാവന്ദനം ചെയ്യുന്ന സമയത്ത് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ കിഴക്ക് പൂർവം, മുന്നിൽ വരുന്ന ദിക്ക് പൂർവ്വ ദിക്ക്, പിന്നിൽ വരുന്നത് പശ്ചാത് പടിഞ്ഞാറ്, അതിൽ നിന്നാണ് പാശ്ചാത്യം എന്നൊക്കെ വരുന്നത്. അപ്പോൾ പിൻഭാഗത്ത് തന്നെയാണ് നമ്മൾ പശ്ചാത്തം എന്ന് പറയുന്നത്. അതിന്റെ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ആളുടെ വലതുവശം ദക്ഷിണഭാഗം, അതാണ് തെക്ക്. ഇടതുഭാഗം വാമഭാഗമാണ്. പക്ഷെ ഹിമവാൻ
ഹിമാലയ പർവ്വതം, അവിടെ ദേവതാത്മാവായ ഹിമാലയ പർവ്വതമുള്ള ആ ദിക്കിനെ നമ്മൾ ഉത്തര ദിക്കെന്ന് പറയുന്നു, ഏറ്റവും ഉയർന്നു കിടന്ന ദിക്കായിട്ട് പറയുന്നത്. അപ്പൊ ഇതിൽ പിന്നിലുള്ളത് എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, എല്ലാറ്റിനും പിന്നിൽ ചേതന ഉളവാക്കുന്നതായി വർത്തിക്കുന്ന ആ പരമാത്മാവിനെയാണ് ഇവിടെ പ്രത്യക് വസ്തു, കലർപ്പില്ലാത്തത്, സംശുദ്ധമായിരിക്കുന്ന ആ ആത്മവസ്തു, ആ ആത്മാവിൽ അതെന്തുപോലെയാണ്? നിസ്തരംഗ സഹജ ആനന്ദ അവബോധ അമ്പുതി പോലെയാണ്. നിസ്തരംഗം, തരംഗങ്ങളില്ലാതെ നിൽക്കുന്ന ഒരു സമുദ്രം ഉണ്ടെന്ന് സങ്കല്പിക്കുക. സമുദ്രത്തിൽ എപ്പോഴും തരംഗങ്ങൾ ഉണ്ടാവും. ആ സമുദ്രം നിസ്തരംഗമായി തീർന്നാൽ എന്തുമാത്രം ഗാംഭീര്യത്തോടു കൂടി അത് നിലകൊള്ളുന്നുവോ. നിസ്തരംഗ സഹജ ആനന്ദാവബോധാത്മകമാണ്, ആനന്ദമാണ്. സഹജമായ ആനന്ദം സഹ എന്തിനാണ്? എന്തിനോടൊപ്പമാണ്? നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കുന്നതായ ആ ജീവാത്മ ചൈതന്യം. അത് എന്ത് തന്നെയാണ്? അത് പരമാത്മ ചൈതന്യം തന്നെയാണ്. അങ്ങനെ നിസ്തരംഗമായ ഒരു സമുദ്രം പോലെ അത്യഗാധവും അതിഗംഭീരവും അപരിമേയവും ആയിരിക്കുന്ന ആനന്ദസാഗരം. ആ ആനന്ദമാണ് എന്ത്? പരമാത്മാവ് എന്ന് പറയുന്നത്. അതിൻ്റെ പരിസ്ഫുരണമായിട്ടുള്ള ഈ ജീവനുകളിൽ, അഥവാ അതിൻ്റെ വ്യക്തികളായിട്ടുള്ള ഈ ജീവനുകളിൽ, ഓരോ ജീവനും പരമാത്മ ചൈതന്യത്തെയാണ് വ്യക്തമാക്കുന്നത്, വ്യഞ്ജിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? വ്യക്തികൾ എന്ന് നമ്മൾ പറയുന്നത്. ഓരോ ജീവിയും ചലിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു അതിൻ്റെ ഉള്ളിൽ ചൈതന്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഓരോ പ്രവൃത്തിയും കാണുമ്പോൾ, അത് വളരുമ്പോഴും, അത് സഞ്ചരിക്കുമ്പോഴും, ഈ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോഴും ചൈതന്യത്തെയാണത് അഭിവ്യഞ്ജിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വ്യക്തികൾ എന്ന് പറയുന്നു. അപ്പോ അങ്ങനെയുള്ള ഈ വ്യക്തികൾ എല്ലാം ഒന്നായിരിക്കെ, ഒരുപോലെ ഇരിക്കെ, വിപ്രോയം സ്വപജോയം ഇത്യപി മഹാൻ കോ അയം വിഭേദ ഭ്രമ. അങ്ങേക്ക് എന്തുകൊണ്ടാണ് ഈ വിഭേദ ഭ്രമം ഉണ്ടാകുന്നത്? എല്ലാം ഒന്നുപോലെ ഇരിക്കെ എന്തുകൊണ്ടാണ് അങ്ങേക്ക് ഒരാൾ വിപ്രനെന്നും ഒരാൾ സ്വപചഹ എന്ന് പറഞ്ഞാൽ ശ്വാവ് നായാണ്, പട്ടിയെ പാകം ചെയ്ത് തിന്നുന്നവൻ, പട്ടിയെ തിന്നുന്നവൻ, ചണ്ടാലൻ എന്ന അർത്ഥത്തിലാണ് ആ പദം പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ എന്തുകൊണ്ട് അങ്ങേക്ക് ഈ ഭേദമുണ്ടാകുന്നു? ലോകത്തിലെ ഇങ്ങനെയുള്ള വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിക്കൊള്ളട്ടെ. അങ്ങനെയാണോ അങ്ങ് ഋഷിയായിരിക്കുന്ന, മുനിയായിരിക്കുന്ന അങ്ങേക്ക് ഈ ഭേദഭാവന ഉണ്ടാകുവാൻ പാടുണ്ടോ എന്നാണ് അവിടെ ആ ചണ്ടാലൻ ചോദിച്ചത്. ഐതിഹ്യത്തിൽ പറയുന്നത്, ശങ്കരാചാര്യർ ആ ചണ്ടാലന്റെ മുഖത്ത് നോക്കിയപ്പോൾ അത് സാക്ഷാത് കാശി വിശ്വനാഥൻ തന്നെയാണ് അവിടെ നിൽക്കുന്നത് അദ്ദേഹത്തിന് ബോധ്യമായി എന്നും, അദ്ദേഹം അതിനുശേഷം ഇനി നാം ചിന്തിക്കാൻ പോകുന്ന മനീഷാ പഞ്ചകം ചൊല്ലി എന്നുമാണ് പറയുന്നത്. പക്ഷെ ഇവിടെ തന്നെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ തിരുലിഖിതങ്ങൾ, സ്ക്രിപ്റ്റേഴ്സ് പൂർണ്ണമായിട്ടും പഠിച്ച ശങ്കരഭഗവത്പാദരിൽ ഇങ്ങനെ ഒരു ആശങ്ക ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അഥവാ അങ്ങനെ ഒരു ഭേദഭാവന ഉണ്ടാകുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ പക്ഷേ നമ്മൾ പറയുന്നു അത് സാക്ഷാത് കാശി വിശ്വനാഥൻ തന്നെയാണ് അദ്ദേഹത്തോട് അപ്രകാരം ചോദിച്ചത്, അഥവാ അദ്ദേഹത്തിന്റെ മനീഷ ആ നിലയ്ക്ക് ഉണർത്തിവിട്ടത് എന്ന് വേണമെങ്കിൽ നമുക്കൊരു വാദത്തിന് വേണ്ടി പറയാമെങ്കിൽ പോലും, അതിനേക്കാളുപരി ശങ്കര ഭഗവത്പാദർ ഏത് നിലയിലാണ് പ്രസിദ്ധനായിരിക്കുന്നത് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. എന്താണ്? ശങ്കര ഭഗവത്പാദർ ഭാഷ്യകാരനാണ്. ഭാഷ്യം, അദ്ദേഹം പ്രസ്ഥാനത്രയത്തിന് ഭാഷ്യം എഴുതിയവനാണ്. പ്രസ്ഥാനത്രയം, ജ്ഞാനത്തിനുള്ളതായ 3 മാർഗം. പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മാർഗം, 3 മാർഗം. ഏതൊക്കെയാണ് ആ മാർഗം? അത് ആദ്യത്തേത് ഉപനിഷത്താണ്. ഉപനിഷത്തിന് അദ്ദേഹം ഭാഷ്യം എഴുതി. പിന്നെ ബ്രഹ്മസൂത്രമാണ്, ബ്രഹ്മസൂത്രത്തിന് അദ്ദേഹം ഭാഷ്യം എഴുതി. 3ാമത്തേത് ഭഗവത്ഗീതയാണ്, ഭഗവത്ഗീതയ്ക്കും അദ്ദേഹം ഭാഷ്യം എഴുതി. അപ്പൊ പ്രസ്ഥാനത്രയം എന്ന് പറയുന്ന ഉപനിഷത്തുകൾ, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, ഇതിലെല്ലാം ഒരേപോലെ ബ്രഹ്മവിദ്യയാണ്. ആ ബ്രഹ്മവിദ്യ സാധാരണ മനുഷ്യർക്ക് അനായാസമായി പ്രാപിക്കത്തക്ക വിധത്തിൽ
അതിനെ ഭാഷ്യം എഴുതി ജനകീയമാക്കി തീർത്ത മഹാനുഭാവനാണ് ശ്രീ ശങ്കര ഭഗവത്പാദർ. അപ്പോൾ അദ്ദേഹം ഭാഷ്യം എന്താണ് എന്നപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഭാഷ്യത്തിന് വ്യാകരണത്തിൽ പറയുന്ന ഒരു നിർവചനമൊക്കെ ഉണ്ട്. സൂത്രാർത്ഥോ വർണ്യതേന പദൈ സൂത്രാനുസാരിഭിഹി സ്വമധാനി ച വർണ്യന്തേ സൂത്രം സൂത്രവിദോ വിദുഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂത്രാനുസാരിയായ പദങ്ങൾ കൊണ്ട് സൂത്രത്തിന്റെ അർത്ഥത്തെ വ്യാഖ്യാനിക്കുക, അതോടൊപ്പം സ്വന്തം അഭിപ്രായവും പ്രകടമാക്കുക. ഇതാണ് ഭാഷ്യം. പക്ഷെ ഭാഷ്യത്തിന് മറ്റൊരു നിർവചനം പറയുന്നത് ഭാഷണാത് ഭാഷ്യം. ആക്ഷേപിച്ച് പറയുന്നത് കൊണ്ട് ഭാഷ്യം എന്ന് പറയുന്നു. ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങോട്ട് വലിച്ചെടുക്കുക, അല്ലാതെ നമ്മൾ ഇന്ന് പറയുന്ന അധിക്ഷേപാത്മകമായിട്ടുള്ള സംസാരമല്ല. ആക്ഷേപിച്ചെടുക്കുക. ശ്രോതാവിന്റെ മനസ്സിൽ ഓരോ സമയത്തും ഉളവാകുവാൻ സാധ്യതയുള്ള സന്ദേഹങ്ങളെ വക്താവ് തന്നെ ഇങ്ങോട്ട് വലിച്ചെടുക്കാം. അതായത് നമ്മളോട് പറയും, ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാകും അല്ലേ എന്ന് പറഞ്ഞിട്ട് ആ തോന്നലിനുള്ള മറുപടിയും നൽകുക. ഇതാണ് ഭാഷ്യം എന്ന് പറയുന്നത്. അതേ ആ തത്വം വെച്ച് നോക്കിയാൽ ഈ കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ ഉണ്ടാകാവുന്ന സന്ദേഹങ്ങളെ അദ്ദേഹം തന്നെ ആക്ഷേപിച്ചെടുത്ത് അതിന് മറുപടി പറയാൻ ഒരവസരം അദ്ദേഹം ഉണ്ടാക്കിയതാണ് എന്നാണ് ഇവിടെ പറയാവുന്നത്. അപ്പോ വലിയ ആളുകൾ അങ്ങനെയാണ്. ഈ ശ്രീകൃഷ്ണവിലാസം എന്ന കാവ്യത്തിൽ ദേവന്മാര് ബ്രഹ്മാവിനെയും കൂട്ടി വിഷ്ണു ഭഗവാനെ ചെന്ന് കണ്ടപ്പോ വിഷ്ണു ഭഗവാൻ അവരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ കാരണം? ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, സുകുമാരകവി പറയുന്നുണ്ട്, വിശ്വം വിദന്നപ്യവിദന്യവത്വം നാഥാനുയുക്ഷേ ഭയഹേതുമസ്മാൻ അനുഗ്രഹസ്യൈതദപി പ്രഭൂണാം പ്രായ പ്രകാരാന്തരമാശ്രിതേഷു. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് ഞങ്ങളോട് ഭയഹേതുവിനെ ചോദിക്കുകയാണല്ലേ. വിഷ്ണു ഭഗവാൻ അറിയാതെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? എല്ലാം അദ്ദേഹത്തിന് അറിയാം. എല്ലാം അറിഞ്ഞിട്ടും അങ്ങ് ഞങ്ങളോട് ഭയഹേതു ചോദിക്കുന്നു. അഥവാ അനുഗ്രഹസ്യൈതദപി പ്രഭൂണാം പ്രായ പ്രകാരാന്തരമാശ്രിതേഷു. അഥവാ പ്രഭുക്കന്മാരുടെ, വലിയ വലിയ ആളുകളുടെ, വലിയവരുടെ ഒരു സമ്പ്രദായമാണിത്. എല്ലാം അറിഞ്ഞാലും ആശ്രിതന്മാരോട് ചോദിക്കാം, ഓ അങ്ങനെ ഉണ്ടായോ, എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചറിയാം. നമ്മൾ ഇതിന്റെ ഒരു പതിപ്പ്, ചെറിയ പതിപ്പ് നമ്മൾ വീടുകളിൽ കാണാറുണ്ട്. പേരക്കുട്ടി അടുത്ത് അമ്മോട് വാശി പിടിക്കുന്നതും അമ്മയ്ക്ക് അവിടെ പണിയെടുക്കാൻ വയ്യാത്ത അവസ്ഥ വന്നപ്പോ പേരക്കുട്ടിയെ ശാസിച്ച് അവിടുന്ന് ഓടിച്ചു വിട്ടതും മുത്തച്ഛനെല്ലാം കേൾക്കുന്നുണ്ട്. അവിടെ ഈസി ചെയറിൽ കിടന്നിട്ട് കുട്ടി കരഞ്ഞോണ്ട് വരുമ്പോ മുത്തശ്ശൻ ചോദിക്കുക, അയ്യോ എന്താ ഉണ്ടായത്, ആരാ എന്റെ കൊച്ചിനെ പറഞ്ഞത്? ഓ അമ്മ പറഞ്ഞോ? അമ്മോട് മുത്തശ്ശൻ ചോദിക്കാം കേട്ടോ എന്നൊക്കെ. എല്ലാം കേട്ട മുത്തശ്ശൻ എന്ത് ചെയ്യുന്നു? കുട്ടിയോട് ചോദിക്കുന്നു, ആരാ കൊച്ചിനെ ശകാരിച്ചത്, ശാസിച്ചത് എന്നൊക്കെ ചോദിച്ചറിയുന്നു. കൊച്ചിന് സമാധാനമായി. പിന്നെ ഇനി മുത്തശ്ശൻ ഒന്നും ചെയ്തില്ലെങ്കിലും വിരോധമില്ല, ഒന്ന് ചോദിച്ച് അറിയും, ഒന്നിങ്ങനെ കേട്ടാ മതി മുത്തശ്ശന്റെ വാക്കുകൾ. ഇതുപോലെ തന്നെയാണ് ഈ ഭഗവാന്മാരുടെ കാര്യങ്ങളും. ചോദിച്ചാൽ അങ്ങനെ ഉണ്ടായോ എന്ന് ചോദിച്ചത്. ഇതുപോലെ തന്നെയാണ് ഭഗവത്പാദരും. ജനങ്ങൾക്ക് ഉണ്ടാകാനിടയുള്ള ആ സമയത്ത് നിലനിന്നിരുന്ന ഒരു ദുരാചാരം, ആ ദുരാചാരം, അദ്ദേഹം അദ്വൈത വേദാന്തത്തിന്റെ പ്രചാരകനാണ്. അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടുവരുന്നത്. അപ്പൊ ജനങ്ങളിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകില്ലേ? അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സന്ദേഹത്തെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അദ്ദേഹം വലിച്ചെടുത്തുകൊണ്ട് തന്നെ അവിടെ തന്നെ ഇപ്രകാരം ഒന്ന് താഴ്ത്തിക്കെട്ടിക്കൊണ്ട് അതിന് സമാധാനം പറയുകയാണ്. വാസ്തവത്തിൽ ശങ്കര ഭഗവത്പാദർ അവിടെ ചെയ്യുന്നത് ഭാഷ്യകാരന്റെ മറ്റൊരു ഭാഷ്യമാണ് ഇത് എന്ന് നാം സ്വീകരിക്കുന്നതാണ് ഏറ്റവും യുക്തമായിട്ടുള്ളത്. അല്ലാതെ ഭഗവത്പാദർക്ക് ഇത് അറിയാമായിരുന്നില്ല എന്ന് നാം ചിന്തിക്കുന്നുവെങ്കിൽ അത് വലിയ മൗഢ്യമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഭാഷ്യകാരന്റെ മറ്റൊരു ഭാഷ്യമാണ് ഇത്. ജനങ്ങളുടെ ഉള്ളിലുള്ള ഉണ്ടാകാനിടയുള്ള ഒരു സന്ദേഹത്തെ അദ്ദേഹം ദൂരീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന് ബോധ്യമാണിത്. എന്താണ്? വിപ്രോയം സ്വപജോയം ഇത്യപി അയം സന്ദേഹ നക്കോപി വികൽപ ന ഭവിതും അർഹതി. ഇങ്ങനെ ഒരു സന്ദേഹം ഉണ്ടാകുവാൻ യോഗ്യതയില്ല എന്ന് അദ്ദേഹത്തിന്
വ്യക്തമായും അറിയാം. അതുകൊണ്ട് അദ്ദേഹം പിന്നെ അതിനെ സ്പഷ്ടീകരിച്ചുകൊണ്ട് പറയുകയാണ്, തൻ്റെ അഭിപ്രായത്തെ സ്പഷ്ടമായി അങ്ങോട്ട് ആവിഷ്കരിക്കുക. ഇനി തനിക്ക് തന്നെ അങ്ങനെ സന്ദേഹം ഉണ്ടായതായിട്ട് ജനങ്ങൾക്ക് തോന്നിയാലും വിരോധമില്ല. എന്ത് മതി? ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു സന്ദേഹം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് അദ്ദേഹം പറയുകയാണ്. എന്താണ്? ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരായാ സംവിദുജൃംഭതേ യാ ബ്രഹ്മാദി പിപീലികാന്തതനുഷു പ്രോതാ ജഗത് സാക്ഷിണീ സൈവാഹം നതു ദൃശ്യവസ്ത്വിതി ദൃഢപ്രജ്ഞാപി യസ്യാസ്തി ചേത് ചണ്ഡാലോസ്തു സതുദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. എന്താണ്? സഹ ഗുരുഹു ഇത്യേഷാ മനീഷാ മമ. എന്നിൽ നിന്ന് അദ്ദേഹം വ്യത്യസ്തനല്ലെന്നല്ല, അദ്ദേഹം എനിക്ക് ഗുരുവാണ് എന്നാണ് എൻ്റെ മനീഷ. മനീഷ എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ് അർത്ഥം, അല്ലേ? ബുദ്ധിയുടെ പര്യായങ്ങൾ പറയുമ്പോൾ പറയാറുണ്ട് നമ്മൾ. ബുദ്ധിർ മനീഷ ധിഷണ ധീഹി പ്രജ്ഞ ശേമുഷി മതിഹി. ഇതൊക്കെ ബുദ്ധിയുടെ പര്യായങ്ങളാണ്, അല്ലേ? ബുദ്ധി, മനീഷ, ധിഷണ, ധീ, പ്രജ്ഞ, ശേമുഷി മതിഹി. ഇതൊക്കെ മതിയുടെ, ബുദ്ധിയുടെ പര്യായങ്ങളാണെങ്കിലും ഇതിൽ മനീഷ എന്നത് സവിശേഷമായ ഒരർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടുന്ന പദമാണ്. മനസ്സിന് മുകളിൽ ഈശത്വം സ്ഥാപിച്ചിട്ടുള്ള ആ ഉത്തമ ബോധ്യത്തെയാണ് മനീഷ എന്ന് പറയുന്നത്. അത് വേദവും അതിനെ സ്പഷ്ടമാക്കിയിട്ടുണ്ട്. വേദത്തിൽ അത് പറയുന്നത് പതംഗോ വാചം മനസാ വിഭക്തി താം ഗന്ധർവോ അവദത് ഗർഭേന്ദഃ ത്യാം ദ്യോതമാനാം സൂര്യം മനീഷാം ഋതസ്യ പദേ കവയോ നിപാന്തി മനീഷാം ഋതസ്യ പദേ കവയോ നിപാന്തി. എന്താണ് വേദം പറയുന്നത്? പതംഗോ വാചം മനസാ വിഭർത്തി. പതംഗ സൂര്യൻ. സൂര്യനാണ് എല്ലാ ഊർജത്തെയും ഭൂമിയിൽ വിതരണം ചെയ്യുന്നത്, ആ സവിതൃദേവൻ. അതുകൊണ്ട് തന്നെ ആ സവിതൃദേവൻ സർവകർമ്മ സാക്ഷിയും ആണ്, എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയാണ്. കാരണം താൻ വിതരണം ചെയ്യുന്ന ആ ഊർജം കൊണ്ട് എന്താണ് ഈ ജീവജാലങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത്, അതിനെ ദുർവിനിയോഗം ചെയ്യുന്നുണ്ടോ എന്നറിയണ്ടേ? അതുകൊണ്ട് അതിന് തന്നെ ഒരു മോണിറ്ററിങ് ഉണ്ട്, പതങ്കൻ. അങ്ങനെ ആ പതങ്കൻ എന്ത് ചെയ്യുന്നു? മനുഷ്യന്റെ ഏറ്റവും ശക്തമായ ആയുധം അവന്റെ വാക്കാണ്. അപ്പൊ വാക്ക്, അല്ലെ? വാക്കുകൊണ്ടാണ്. വാഗ്വൈ ബ്രഹ്മ. സാന്തോഗ്യ ബൃഹദാരണ്യകോപനിഷത്തിൽ പറഞ്ഞു വാഗ്വൈ ബ്രഹ്മ. അതാണ് ചോദിക്കുന്നത്. ജനക മഹാരാജാവ് യാജ്ഞവൽക്കനോട് ചോദിക്കുകയാണ്. ജനക മഹാരാജാവിന് ഒരു ചോദ്യമേ യാജ്ഞവൽക്കനോട് ചോദിക്കാനുണ്ടായിരുന്നു. എന്താണ് ആ ചോദ്യം? ജിത്വാ ശൈലിനിഹി മാം അവദ വാഗ്വൈ ബ്രഹ്മേതി തന്മേ ബ്രൂഹി. യാജ്ഞവൽക്യ ശിലിനി മഹർഷിയുടെ മകനായിട്ടുള്ള ജിത്വാ മഹർഷി, ശിലിനിയുടെ മകൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു വാഗ്വൈ ബ്രഹ്മ ഇതി, വാക്കാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു. തന്മേ ബ്രൂഹി യാജ്ഞവൽക്യ അതെനിക്കൊന്ന് വിശദീകരിച്ചു തരും എന്നാണ് ജനക മഹാരാജാവ് യാജ്ഞവൽക്കനോട് ചോദിക്കുന്ന ചോദ്യം. അപ്പൊ വാക്ക് എത്രയോ ശക്തമാണ്. അതുകൊണ്ട് വാക്ക് എന്തായിരിക്കണം? വാക്ക് എപ്പോഴും സത്യമായിരിക്കണം. വാക്ക് സത്യമായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും അവസാനം അന്ത്യേഷ്ടി, നമ്മുടെ സംസ്കാരങ്ങളിൽ ഏറ്റവും അവസാനത്തേത് അന്ത്യേഷ്ടി. അതെന്താണ്? ശവസംസ്കാരമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ചിത ദഹിച്ചു കഴിഞ്ഞതിന് ശേഷം അതിനുള്ള അസ്ഥിഖണ്ഡങ്ങൾ എടുത്തുകൊണ്ടുപോയി നാം വെള്ളത്തിൽ ഒഴുക്കുമ്പോൾ ഒരു മന്ത്രം നമ്മൾ ചൊല്ലാറുണ്ട്. ഇതം ആപഃ പ്രവഹദ യത്കിം ച ദുരിതം മയി യദ്വാഹമഭിദുദ്രോഹ യദ്വാശേപ ഉതാമൃതം എന്നാണ്. എന്താണ് പറയുന്നത്? ഈ ജലം എന്നിൽ നിന്ന് ഒഴുക്കിക്കളയട്ടെ, എന്നിലുള്ള ദുരിതങ്ങളെല്ലാം. ദുരിതം അസ്ഥിഖണ്ഡത്തിൽ എവിടെയാണ്? ക്ലേശമല്ല, ഇതം പോയത്, ദുഷ്ടമായ മാർഗത്തിലൂടെ ഞാൻ പോയതിന്റെ കളങ്കങ്ങൾ എന്നിൽ നിന്ന് നീക്കിക്കളയട്ടെ. തീർന്നില്ല. യദ്വാഹം അഭിദുദ്രോഹ, ഞാൻ ആരെയെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും കളങ്കം
എന്നിൽ നിന്നും നീക്കിക്കളയും. യദ്വാശേപ ഉദാനൃതം, ഇനി അഥവാ എന്തെങ്കിലും അനൃതം, അനൃതം, ഋതം സത്യം, അനൃതം അസത്യം, യദ്വാശേപ ഏതെങ്കിലും അസത്യത്തെ ഞാൻ സത്യമെന്ന് ആണയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതാണ് യദ്വാശേപ ഉദാനൃതം, ഇനി അഥവാ ഇങ്ങനെയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ പാപമായിട്ടാണ് പറയുന്നത്. എന്താണ് ഏറ്റവും വലിയ പാപമായിട്ട് പറയുന്നത്? വാക്കിനെ തെറ്റായി പ്രയോഗിക്കുക. അസത്യത്തെ സത്യമെന്ന് ആണയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കളങ്കവും എന്നിൽ നിന്ന് നീക്കിക്കളയട്ടെ. അപ്പൊ വാക്ക് എത്രമാത്രം മഹത്വമാർന്നതാണ് എന്ന് വേദം ഉദ്ഘോഷിക്കുന്നതാണ് ഈ സന്ദർഭങ്ങളിൽ എല്ലാം. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ മന്ത്രത്തിൽ, ഇത് നമ്മുടെ പുണ്യാഹത്തിനും ചൊല്ലുന്ന മന്ത്രമാണിത്. അവിടെ ദുരിതം നമ്മളിലുള്ള ക്ലേശങ്ങൾ തന്നെയാണ്. പക്ഷെ അവിടെയും യദ്വാശേപ ഉത അനൃതം, എന്തെങ്കിലും അനൃതത്തെ ഞാൻ സത്യമെന്ന് ആണയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരാ അതിൻ്റെയും കളങ്കം എന്നിൽ നിന്ന് നീക്കിക്കളയട്ടെ എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ വാക്ക് എങ്ങനെ പ്രയോഗിക്കണം എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കുക. അപ്പൊ ആ വാക്ക് അതെങ്ങനെയായിരിക്കണം? പതങ്കൻ സൂര്യൻ സവിതൃദേവൻ വാചം മനസാഭിഭർത്തി, നാം ഓരോരുത്തരും പറയുന്ന, പ്രത്യേകിച്ച് നാം ആണയിട്ട് സത്യപ്രസ്താവന ചെയ്യുന്ന ഓരോ വാക്കിനെയും പതങ്കൻ സൂര്യൻ തൻ്റെ മനസ്സിൽ ധരിക്കുന്നു എന്നാണ്. സൂര്യൻ നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അതെല്ലാം മുദ്രക്കടലാസിൽ എഴുതി വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതെന്താണ്? എല്ലാം സൂര്യഭഗവാൻ തൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നു. പതങ്കോ വാചം മനസാ ബിഭർത്തി, തന്റെ മനസ്സിൽ കൊണ്ടു നടക്കുക മാത്രമല്ല, ഓരോ നിമിഷവും അത് നമ്മെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. താം ഗന്ധർവോ അവദത് ഗർഭേ അന്തഹ, നമ്മുടെ അന്തഹ ഉള്ളിൽ, അഭ്യന്തരത്തിൽ, ഉള്ളിൽ ഓരോ നിമിഷവും അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എപ്പോഴാണ്? എന്തിലൂടെയാണ്? ഗന്ധർവനിലൂടെ. ആരാണ് ഗന്ധർവൻ? ഗോവിനെ ധരിക്കുന്നവനാണ് ഗന്ധർവൻ. ഗോവെന്താണ്? വാക്കിനെ ധരിക്കുന്നവൻ, അഥവാ പ്രാണനെ ധരിക്കുന്നവൻ. പ്രാണനിലൂടെയാണ് വാക്കിനെ നാം പറയുന്നത്, വായു ഉപയോഗിച്ചിട്ട്. ആ വായുവിന്റെ പ്രത്യേകത എന്താണ്? ആ വായു, ഒരാളും വായുവിനെ സംഭരിച്ചു വെക്കുന്നില്ല ഉള്ളിൽ. ജലം സംഭരിച്ചു വെക്കാൻ വേണമെങ്കിൽ ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ച് 2 ഗ്ലാസ് വെള്ളം ചൂടൊക്കെ പ്രമാണിച്ച് 2 ഗ്ലാസ് കൂടി കൂടുതൽ കുടിച്ചു വെക്കാൻ പറ്റും. ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ ഇനി കുറെ കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. വേണമെങ്കിൽ ഭക്ഷണവും കഴിച്ച് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. പക്ഷെ എന്ത് പറ്റില്ല? വായു അത് പറ്റില്ല. ഇനി ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞിട്ടേ ശ്വസിക്കാൻ പോകുന്നുള്ളൂ, അതുകൊണ്ട് ഒരു 5 മിനിറ്റിനകത്തേക്കുള്ള വായു എൻ്റെ ഉള്ളിലിരിക്കട്ടെ എന്ന് പറയാൻ പറ്റില്ല. ഓരോ നിമിഷവും എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വായു. എന്തിനാണ് ഈ സംവിധാനം എന്നാണ് പറയുന്നത്? വായുവിനെ, ഓരോ തവണയും വായുവിനെ എടുക്കുമ്പോൾ നമ്മുടെ സത്യപ്രതിജ്ഞകൾ നമ്മുടെ മനസ്സിൽ ഓർമ്മിപ്പിക്കുന്നു എന്നാണ്. ഞാൻ ഇങ്ങനെ സത്യം ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അതെന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഓരോ നിമിഷവും. അപ്പോ ആ സത്യത്തെ പാലിച്ചുകൊണ്ട് മാത്രമേ നിനക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് താം ഗന്ധർവോ അവദത് ഗർഭേ, ഉള്ളിൽ, അന്തഹ അഭ്യന്തരത്തിൽ, ഉള്ളിൽ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. താം ദ്യോതമാനാം സ്വര്യം മനീഷാം, നമ്മൾ പറഞ്ഞ ആ വാക്കുകൾ ദ്യോതമാനം, അതുകൊണ്ട് ശോഭിക്കുകയാണ്. ഓരോ നിമിഷവും ഉള്ളിൽ അത് പ്രശോഭിച്ചു കൊണ്ടിരിക്കുന്നു. സ്വര്യം, നമ്മൾ ചെയ്ത പ്രതിജ്ഞകൾ. എന്നിട്ട് അത് വെറും ഭൗതികമല്ല, ഭൗമവുമല്ല, സ്വര്യം, പ്രതിജ്ഞകൾ സ്വർഗീയമായി തീരുന്നു. മനീഷാം, അത് മനീഷയായി തീരുന്നു, മനസ്സിന് മുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. ചെയ്ത പ്രതിജ്ഞകൾ ആരും മറക്കുന്നില്ല. മനസ്സിന്റെ മുകളിൽ എപ്പോഴും അത് ഓർത്തുകൊണ്ടേയിരിക്കുന്നു. മനസ്സിന്റെ മുകളിൽ അത് ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. ഹൃദസ്യ പദേ കവയോ നിപാന്തി, കവികൾ കാഴ്ചപ്പാടുള്ള മനുഷ്യൻ എന്ന അർത്ഥമാണ്. അല്ലാണ്ട് നമ്മൾ പറയുന്ന നമ്മുടെ കാളിദാസനെയും ഭൗഭൂതിയെയും പോലെയുള്ള ആളുകളെ മാത്രമല്ല കവികൾ എന്ന് പറയുന്നത്. കവികൾ, കാഴ്ചപ്പാടുള്ളവൻ, ദർശനമുള്ളവർ ആളുകൾ, അതാണല്ലോ ഭ്രാന്തദർശികളെയാണ് നമ്മൾ കവികൾ എന്ന് പറയുന്നത്. കാഴ്ചപ്പാടുള്ളവർ എന്ന അർത്ഥമാണ്. കാഴ്ചപ്പാടുള്ള മനുഷ്യൻ തൻ്റെ പ്രവൃത്തിയിലൂടെ വാക്യത്തെ, വചനത്തെ
സത്യമാക്കി തീർക്കും. നമ്മൾ ചെയ്ത പ്രതിജ്ഞ സത്യമായി തീരുന്നത് അതിനനുസരിച്ച് നാം പ്രവർത്തിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ രാമായണത്തിൽ നമ്മൾ പറയാറുണ്ട്, രാമൻ അച്ഛന്റെ വാക്യം സത്യമാക്കുന്നതിന് വേണ്ടി കാട്ടിലേക്ക് പോയി എന്നത്, അല്ലേ? അപ്പൊ അത് സത്യമാക്കുക എപ്പോഴാണ് സത്യമാകുന്നത്? പറഞ്ഞതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അത് സത്യമാകുന്നത്. അപ്പൊ വാക്കൊരിക്കലും എന്തായി തീരുന്നില്ല, മറന്നു പോകുന്നില്ല. കൊടുത്ത വാക്ക് മറന്നു പോകുന്നില്ല. മനഃപൂർവ്വം നമ്മൾ വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. ദശരഥനും മറന്നില്ല. എന്ത്? ഭരതനെ രാജാവാക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അങ്ങനെ പറഞ്ഞതല്ല, അല്ലേ? ഇവളിൽ എനിക്കൊരു മകൻ ഉണ്ടാകുന്ന പക്ഷം അവനാണല്ലോ എന്റെ രാജ്യത്തിന്റെ അവകാശി എന്ന് പറഞ്ഞതാണ്. രാജാവ് പറഞ്ഞത് വെറും വാക്കല്ല, അത് വാക്കാണ്, ചക്രവർത്തിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഭരതനെ രാജാവാക്കേണ്ടി വന്നതും രാമനെ കാട്ടിലേക്ക് അയക്കേണ്ടി വന്നതും. അപ്പോ നോക്കൂ, മൃതസ്യ പദേ കവയോ നിപാന്തി, പറഞ്ഞ വാക്ക് അത്രയേറെ എന്താണ് ഗൗരവമുള്ളതാണ് വാക്ക് എന്നത് നാം വിസ്മരിച്ചുകൂടാ. അപ്പൊ ഇവിടെ ഇപ്പോ എന്താണ് പറയുന്നത്? അപ്പൊ വാക്ക് എന്താണ്? വാക്ക് ശരിക്കും ഈശ്വര സ്വരൂപമാണ്. അത് ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരാ യാ സംവിദുജൃംഭതേ. ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു, നമ്മുടെ മൂന്നവസ്ഥകളെ പറഞ്ഞിരിക്കുന്നു. മൂന്നവസ്ഥകളെ പറഞ്ഞാലും അതിൽ നാലവസ്ഥകളുണ്ട്. ഏതാണ് നാലവസ്ഥകൾ? ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി, പിന്നെന്താണ്? തുരീയാവസ്ഥ. നാലാമതൊരവസ്ഥയും കൂടെ ഉണ്ട്. ജാഗ്രത അവസ്ഥ നമ്മളിപ്പോഴൊക്കെ ഉണർന്നിരിക്കുന്നതായ അവസ്ഥ. ഈ അവസ്ഥയിലും എന്തുണ്ട്? ഉള്ളിൽ പ്രതിഭാസിക്കുന്ന ഒരു ചൈതന്യമുണ്ട്. ചൈതന്യം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും പല പല പ്രവൃത്തികൾ നാം ചെയ്യുന്നതും എല്ലാം ചൈതന്യമുള്ളത് കൊണ്ടാണ്. ആ ചൈതന്യം കാണുമ്പോഴാണ് നമ്മൾ അത് ജീവനുണ്ട്, അതിൽ ചൈതന്യമുണ്ട്. ഒരു ഉറുമ്പ് നടക്കുന്നത് കാണുമ്പോൾ നാം മനസ്സിലാക്കുന്നു അതിന് നടക്കുന്നു, അതുകൊണ്ട് അതിൽ എന്തുണ്ട്? ജീവനുണ്ട്, ചൈതന്യമുണ്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ചൈതന്യത്തിന്റെ സ്ഫുരണത്തെയാണ് ഇവിടെ എന്ത് പറഞ്ഞിട്ടുള്ളത്? സംവിത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ചൈതന്യം സംവിത്ത്. ഈ സംവിത്ത് എവിടെയെല്ലാം പ്രകടമാകുന്നു? ജാഗ്രത്തിൽ സ്ഫുടമാകുന്നു, ജാഗ്രത അവസ്ഥയിൽ സ്ഫുടമാകുന്നു. സ്വപ്നാവസ്ഥയിലും നാം നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ പൂർവാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പല പല മായക്കാഴ്ചകൾ കാണുമ്പോഴും അതിലെന്തുണ്ട്? അതിൽ ചൈതന്യമുണ്ട്. അവിടെ ബാഹ്യലോകം അപ്രധാനമായി തീരുമ്പോൾ ചൈതന്യം സ്ഫുടതര, കൂടുതൽ സ്ഫുടമായി തീരുന്നു. ജാഗ്രതത്തിലുള്ളതിനേക്കാൾ കൂടുതൽ സ്ഫുടമായി, സ്ഫുടതരമായി ചൈതന്യം പ്രതിഭാസിക്കുന്നു സ്വപ്നത്തിൽ. അതിനേക്കാൾ സ്ഫുടമായി പ്രതിഭാസിക്കുന്നു ഉറക്കത്തിൽ, നിദ്രയിൽ. ഉറങ്ങുമ്പോൾ നമ്മൾ ബാഹ്യലോകത്തെ ഒന്നും കാണുന്നില്ല, എങ്കിൽ പോലും നമ്മളിൽ ആ ചൈതന്യം, ഉണർന്നിരിക്കുന്ന ചൈതന്യം ഉറങ്ങുകയാണ്. നമ്മളൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, എങ്കിൽ പോലും നമ്മുടെ ഹൃദയം മിടിക്കുന്നു, രക്തചംക്രമണം നടക്കുന്നു, നമ്മളിൽ വികാസങ്ങൾ നടക്കുന്നു, ശരീരത്തിന്റെ പ്രവൃത്തികളെല്ലാം നടക്കുന്നു, ദഹനം നടക്കുന്നുണ്ട്, പരമൂത്രാദികൾ വേർതിരിക്കുന്ന പ്രക്രിയ നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. അവിടെ അമ്മയുടെ ഉദരത്തിലുള്ള ചെറിയ ശിശു യാതൊരു പോറലും ഏൽക്കാതെ അവിടെ സംരക്ഷിക്കപ്പെടുന്നു. ഇതൊക്കെ എന്താണ് കാണിക്കുന്നത്? അവിടെ ആ ചൈതന്യം കൂടുതൽ സ്പഷ്ടമായി അവിടെ പ്രകാശിക്കും. സ്ഫുടതര ജൃംഭതേ. അതുപോലെ തന്നെ അതും കഴിഞ്ഞ് നാലാമത്തെ അവസ്ഥയിലേക്ക് പോകുകയാണ്, ഗാഠനിദ്ര. ഗാഠനിദ്രയിൽ എന്താണ്? ഗാഠനിദ്ര ലഭിച്ച ആൾ എന്താണ് പറയുന്നത്? സുഖം അഹം അസ്വപ്സം ന കിഞ്ചിത് അവേദിഷം. ഞാൻ സുഖമായി ഉറങ്ങി, ഞാൻ ഒന്നും അറിഞ്ഞില്ല. വളരെ ദുഃഖമുള്ള ആളാവും ആ ആള് പോലും തുരീയാവസ്ഥയിലെത്തിയാൽ സുഖമായി ഉറങ്ങി എന്ന് പറയുന്നു. ഈ അനുഭൂതി ഉണ്ടാക്കുന്നത് എന്താണ്? ആ ചൈതന്യമാണ് നമ്മളുടെ ചൈതന്യം. ആ ചൈതന്യമാണ് മറ്റെല്ലാറ്റിനെയും അമർച്ച ചെയ്തുകൊണ്ട് ആ ചൈതന്യം ഏറ്റവും പ്രസ്ഫുടമായി അവിടെ പ്രകാശിക്കുന്നു. അപ്പൊ അവിടെയാണ് ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതര, കൂടുതൽ കൂടുതൽ സ്ഫുടമായി പ്രകാശിക്കുന്നതായ ആ ചൈതന്യ വിശേഷം. ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതര യാ സംവിത്ത്. സംവിത്ത് എന്ന പദം സ്ത്രീലിംഗമാണ്, അതുകൊണ്ടാണ് യാ സംവിത്ത് എന്ന് പറഞ്ഞത്. ആ ആത്മചൈതന്യം സ്ഫുടതര യാ
വിജൃംഭതേ, സമ്യക്കായിട്ട് അത് വിജൃംഭണം ചെയ്യാണ്, വിടർന്നുല്ലസിക്കുകയാണ്. അതുപോലെ അഥവാ എന്താണ്, കൂടുതൽ കൂടുതൽ പ്രവൃദ്ധമായി അത് പരിരസിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ ചൈതന്യം എവിടെയൊക്കെ ഉണ്ട്? യാ ബ്രഹ്മാദി പിപീലികാന്ത തനുഷു പ്രോതാ ജഗത് സാക്ഷിണി, ജഗത്തിന് സാക്ഷിയായി അത് ബ്രഹ്മാദി പിപീലികാന്ത തനുഷു, ബ്രഹ്മാവിന്റെ ചൈതന്യം. അവിടെ ബ്രഹ്മാണവും ബ്രഹ്മാണഹ എന്നുള്ള ശബ്ദമാണ് അവിടെ എടുക്കേണ്ടത്, അല്ലാതെ ബ്രഹ്മാണി എന്നല്ല. ബ്രഹ്മ എന്ന് പറയുമ്പോൾ പരബ്രഹ്മമാണ്. ബ്രഹ്മാവ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, രജപ്രവൃദ്ധമായിട്ടുള്ളതായ ഈശ്വര ശക്തിയാണ്. അത് അവിടെ ഇരിക്കട്ടെ. അപ്പോ ബ്രഹ്മാവിന്റെ ശരീരം തൊട്ട്, ബ്രഹ്മാവ് തൊട്ട് പിപീലിക എന്ന് പറഞ്ഞെങ്കിലും ആ പിപീലിക എന്ന പദത്തിന് ഉറുമ്പ് എന്നാണ് അർത്ഥം. പക്ഷെ ബ്രഹ്മാവ് തൊട്ട് ഉറുമ്പ് വരേക്കല്ല, അത് ഉപലക്ഷണമായി ഏറ്റവും സൂക്ഷ്മതമമായ ജീവിയെ ഉദ്ദേശിക്കുന്നു. അപ്പൊ ബ്രഹ്മാവ് തൊട്ട് ഏറ്റവും സൂക്ഷ്മതമമായിട്ടുള്ള ജീവി വരേക്കുള്ളവയുടെ ശരീരത്തിൽ പ്രോതമായിട്ടിരിക്കുന്നു. പ്രോതമാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ ഊടും പാവുമായ രൂപത്തിൽ നെയ്യപ്പെട്ടതുപോലെ, നെയ്ത് കിടക്കുന്നത് പോലെ വർത്തിക്കുന്നു. എല്ലാറ്റിലും ഓരോ അവയവത്തെയും ചൈതന്യവത്താക്കുന്നത് എന്താണ്? ആ സംവിത്താണ്, ആ പരമാത്മ ചൈതന്യമാണ്, ആത്മചൈതന്യമാണ്. അപ്പോൾ അതെവിടെയൊക്കെ ഉണ്ട്? ബ്രഹ്മാവ് തൊട്ട് ഏറ്റവും സൂക്ഷ്മമായ ജീവിയിൽ വരെ വർത്തിക്കുന്നതായ ആ ചൈതന്യം ജഗത് സാക്ഷിണിയാണത്. ജഗത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ഗമനശീലമുള്ളതായ പ്രപഞ്ചം ആവിർഭൂതമാകുന്നു, പരിണമിക്കുന്നു. ജായതേ അസ്ഥി വർദ്ധതേ വിപരിണമതേ അപക്ഷീയതേ പ്രണശ്യതി, അല്ലെ? ഉണ്ടാകുന്നു, നിലകൊള്ളുന്നു, വികാസം പ്രാപിക്കുന്നു, വളരുന്നു, ക്ഷയപ്രാപിക്കുന്നു, നശിക്കുന്നു. ഇങ്ങനെയുള്ള അവസ്ഥാവിശേഷങ്ങളൊക്കെ ഉള്ള ഈ ഗമനശീലത്തോടു കൂടിയ ജഗത്ത്, ഈ ജഗത്തിന് സാക്ഷിയായി വർത്തിക്കുന്നതും സമസ്ത ജീവജാലങ്ങളിലും ചൈതന്യ രൂപേണ വർത്തിക്കുന്നതും ആയ ആ സംവിത്ത് സൈവാഹം സാ ഏവ അഹം, ഞാൻ എന്ന് പറയുന്നത് ആ ചൈതന്യം തന്നെയാണ്. ആ ചൈതന്യമുള്ള ഒരു ശരീരം മാത്രമേ, അഥവാ ഒരു മനസ്സ് മാത്രമേ ഞാൻ എന്ന് പറയുകയുള്ളൂ. ചൈതന്യം നഷ്ടപ്പെട്ട അചേതനമായ ഒരു ശരീരം എന്ന് പറയില്ല, ഞാൻ എന്ന ബോധം അതിൽ ഉണ്ടാവുകയേ ഇല്ല. അപ്പോ അതുകൊണ്ട് ആ ചൈതന്യം അതാണ് ഞാൻ. അപ്പൊ ഞാൻ എന്തല്ല, എന്റെ കരചരണാദിയോ എന്റെ മനസ്സോ എന്റെ സമ്പത്തുകളോ ഒന്നുമല്ല ഞാൻ, അതെല്ലാം എന്റേതാണ്. പക്ഷെ ഞാൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ചൈതന്യമാണ് ഞാൻ എന്ന് പറയുന്നത്. അതിനെ ആരും എന്റെ എന്ന് പറയുന്നില്ല, അതാണ് ഞാൻ എന്ന് പറയുന്നത്. എന്റെ കണ്ണാണ്, എന്റെ മൂക്കാണ്, എല്ലാം എന്റേതാണ്. പക്ഷെ ഞാൻ എന്താണ്? ആ ചൈതന്യമാണ്. സാ ഏവ അഹം, അത് തന്നെയാണ് ഞാൻ. സൈവാഹം നതു ദൃശ്യവസ്തു ഇതി, ഇവിടെ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന ലോകം, അല്ലെ? ആലോകനം ചെയ്യപ്പെടുന്നതാണ് ലോകം, പ്രപഞ്ചം. പ്രപഞ്ചം ചൈതന്യത്തിന്റെ പ്രപഞ്ചനം, നാനാ രൂപത്തിലുള്ള സ്പഷ്ടീകരണം, മാനിഫെസ്റ്റേഷൻ, അതിനാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചമല്ല, അതിലെ ഈ ചൈതന്യം തന്നെയാണ് ഞാൻ. നതു ദൃശ്യവസ്തു ഇതി പ്രജ്ഞ, അങ്ങനെയുള്ള ആ പ്രജ്ഞ ആരിലാണോ ഉള്ളത്? യസ്യ അസ്തി ചേത് ചണ്ഡാലോസ്തു സതു ദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാമ, അങ്ങനെയുള്ള ആ വ്യക്തി ഞാൻ തന്നെയാണ്, ഈ എല്ലാറ്റിലുമുള്ള ആ ചൈതന്യം തന്നെയാണ് ഞാനും എന്ന ഉത്തമ ബോധ്യം ആരിലാണോ ഉള്ളത്, ആ വ്യക്തി എനിക്ക് ഗുരുവാണ്. ഞാൻ പോലെയാണ്, ആ വ്യക്തി എനിക്ക് ഗുരുവാണ്. അത് ആരാണെങ്കിലും, അത് നമ്മൾ പറയുന്ന എല്ലാ വർണ്ണങ്ങളുമായിക്കൊള്ളട്ടെ, 4 വർണ്ണങ്ങളുമായിക്കൊള്ളട്ടെ. 4 വർണ്ണത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. എന്നാൽ ചിലർ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട്, ചണ്ഡങ്ങളായ പ്രവൃത്തികൾ കൊണ്ട് ചണ്ഡാലരായി അധപ്പതിച്ചിട്ടുള്ളവരുണ്ട്. ചണ്ഡമായ പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്നവർ, അല്ലേ? 4 വർണ്ണമേ ഭഗവാൻ പറഞ്ഞുള്ളൂ. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. പിന്നെ എങ്ങനെയാണ് ചണ്ഡാലൻ വന്നത്? അവർ ചണ്ഡകർമ്മങ്ങളിലൂടെ ചണ്ഡാലരായി തീർന്നു. ആരെപ്പോലെ? സത്യവ്രതനെ പോലെ. ത്രയ്യാരുണൻ എന്ന രാജാവിന്റെ മകനായ സത്യവ്രതൻ. എന്താണ്
എല്ലാ ചീത്തപ്രവൃത്തികളും ചെയ്ത് എന്തായിത്തീർന്നു? 3 പ്രകാരത്തിലുള്ളതായ ശങ്കുക്കൾ, ശോകശങ്കുക്കൾ അഥവാ പാപശങ്കുക്കൾ, പാപത്തിന്റെ അസ്ത്രങ്ങൾ, ആണികൾ ഏറ്റവൻ എന്ന അർത്ഥത്തിൽ രണ്ടാലത്വം പ്രാപിച്ച് ത്രിശങ്കുവായി തീർന്നു. ത്രിശങ്കു ആരാണ്? ത്രിശങ്കു ആരാണ്? ക്ഷത്രിയനാണ്, അല്ലെ? ത്രയ്യാരുണന്റെ മകനാണ്. അതുപോലെ ഇനി അങ്ങനെ ആയിക്കൊള്ളട്ടെ, എന്നാൽ ഒരു സമയത്ത് പാപകർമ്മങ്ങൾ ചെയ്തു എന്നുള്ളത് കൊണ്ട്, അഥവാ അങ്ങനെ പാപകർമ്മങ്ങൾ ചെയ്തവരുടെ കുലത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് ആർക്കും പരമാത്മാ ചൈതന്യത്തെ സാക്ഷാത്കരിക്കുന്നതിന്, ജ്ഞാനത്തിലൂടെ എന്താണ് ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നതിന് ഒരാൾക്കും തടസ്സമില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ബോധ്യം ഉണ്ടാകുന്ന വ്യക്തി ആരായിക്കൊള്ളട്ടെ, ചണ്ഡാലഹ അസ്തു സതു ദ്വിജഹ അസ്തു, ചണ്ഡാലനായിക്കൊള്ളട്ടെ അഥവാ ദ്വിജനായിക്കൊള്ളട്ടെ, ഗുരുരിത്യേഷാ മനീഷാമം, അദ്ദേഹം എനിക്ക് ഗുരുവാണ് എന്നതാണ് എൻ്റെ മനീഷ. മനീഷ എന്ന് പറഞ്ഞാൽ എൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉത്തമമായ ബോധ്യം എന്നർത്ഥം. ചിലർ മനീഷ എന്നുള്ളതിന് തീരുമാനം എന്നൊരർത്ഥം പറഞ്ഞു കണ്ടിട്ടുണ്ട്. പക്ഷെ തീരുമാനം എന്നല്ല അതിന്റെ അർത്ഥം. തീരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസിഷൻ അല്ലേ, ഓ റെസൊല്യൂഷൻ എന്നൊക്കെ നമ്മൾ പറയും. തീരുമാനം എന്നുള്ളതിന് അത് നമ്മൾ തീരുമാനിക്കലല്ല, പിന്നെന്താണ്? നമ്മുടെ കൺവിക്ഷൻ, നമ്മുടെ ഉത്തമമായ ബോധ്യം. മനീഷ, മനസ്സിന് മുകളിൽ ഈശത്വം സ്ഥാപിച്ചിരിക്കുന്ന എൻ്റെ ബോധ്യം എന്നർത്ഥം. അതിനെ മറികടക്കാൻ മറ്റൊന്നും ഇല്ല. അതെന്റെ മനീഷയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഋഗ്വേദത്തിൽ പറഞ്ഞ മനീഷ എന്ന പദം നമ്മൾ പറയുകയുണ്ടായി. അത് ഉത്തമമായിട്ടുള്ളതായ ബോധ്യമാണ്. മനസ്സിന്റെ മുകളിൽ അതിനെ അതിക്രമിച്ചുകൊണ്ട് അതിനെ സന്ദേഹത്തിൽ ആഴ്ത്തുവാൻ യാതൊരു ശക്തിയും ഇല്ല. അങ്ങനെയുള്ള ഉത്തമമായ അനതിക്രമണീയമായ ആ ബോധ്യത്തെയാണ് മനീഷ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അതാണ് എൻ്റെ മനീഷ എന്ന് ശങ്കര ഭഗവത്പാദർ ആണയിട്ട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ശങ്കര ഭഗവത്പാദരിൽ എന്തുണ്ടാവില്ല? നമ്മളിത് ശാങ്കര സ്മൃതി എന്നൊരു സ്മൃതിയെ ഉദ്ധരിച്ചുകൊണ്ട് ശങ്കര ഭഗവത്പാദരെ വളരെയേറെ ചീത്തയാക്കുന്ന ആളുകളുണ്ട്, ചീത്തയായി ചിത്രീകരിക്കുന്നവരുണ്ട്. അവരുടെ വ്യാഖ്യാനങ്ങൾക്ക് ചെവി കൊടുക്കേണ്ടവരല്ല നമ്മൾ. കാരണം എന്താണ്? ശങ്കരാചാര്യർ പറഞ്ഞത് ഇതാണ് അദ്ദേഹത്തിന്റെ ബോധ്യം. പിന്നെ എങ്ങനെയാണ് ശങ്കരാചാര്യർ ഒരു വർണ്ണത്തെ മോശമാക്കത്തക്ക വിധത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക എന്നത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരി, നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ഇതിന്റെ വ്യാഖ്യാനം ഇതിൽ നിർത്തുകയാണ്. കാരണം ഇത് വ്യാഖ്യാനിക്കാൻ വാസ്തവത്തിൽ ഒരു ശ്ലോകം വ്യാഖ്യാനിക്കാൻ 1 മണിക്കൂർ മതിയാവാത്തതാണ് ഈ മനീഷ പഞ്ചകം. ഇതിന്റെ വ്യാഖ്യാനം ഒന്നുമായിട്ടില്ലെങ്കിലും ഏകദേശം ഒരർത്ഥം പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. കാരണം നമുക്ക് സമയത്തിനൊരു പരിമിതി ഉണ്ടല്ലോ. മനീഷ പഞ്ചകം എന്ന് പറഞ്ഞാൽ അതിനൊരു 2-3 പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് മനീഷ പഞ്ചകത്തിന്റെ വ്യാഖ്യാനം ആവുക? നമുക്ക് നോക്കാം. ദ്വിതീയ 2ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ബ്രഹ്മൈവാഹമിദം ജഗച്ച സകലം ചിന്മാത്ര വിസ്താരിതം സർവം ചേതദ വിദ്യയാ ത്രിഗുണയാ ശേഷം മയാ കൽപ്പിതം ഇത്തം യസ്യ ദൃഢാമതി സുഖതരേ നിത്യേ പരേ നിർമ്മലേ ചണ്ഡാലോസ്തു സതുദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. വീണ്ടും ആവർത്തിച്ച് പറയാണ്, അങ്ങനെയുള്ള ആൾ ചണ്ഡാലോസ്തു സതുദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ, അങ്ങനെയുള്ള ആൾ ഗുരുവാണ് എന്നതാണ് എൻ്റെ ഉത്തമമായ ബോധ്യം. ആ ബോധ്യത്തെ ഒരിക്കലും മറികടക്കാൻ സാധ്യമല്ല എന്നർത്ഥം. ബ്രഹ്മൈവാഹം, ഞാൻ ബ്രഹ്മം തന്നെ. അഹം ബ്രഹ്മാസ്മി, അല്ലെ? അതാണ് നമ്മുടെ വേദങ്ങൾക്കൊക്കെയുള്ള മഹാവാക്യങ്ങൾ നമുക്കറിയാം, അല്ലെ? പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, അല്ലെ? ഇങ്ങനെയുള്ള മഹാവാക്യങ്ങളൊക്കെ നമുക്കറിയാം. 4 വേദങ്ങൾക്കും 4 മഹാവാക്യങ്ങൾ ഉണ്ട്. അത് തന്നെയാണ് ഇവിടെ. ബ്രഹ്മൈവാഹം, ഞാൻ ബ്രഹ്മം തന്നെയാണ്. ഇതം ജഗച്ച സകലം ചിന്മാത്ര വിസ്താരിതം. അപ്പോൾ ഈ ജഗത്ത് എന്താണ്? ഇതം സകലം, ഈ ബ്രഹ്മം, ഈ ജഗത്ത് മുഴുവൻ ചിന്മാത്ര വിസ്താരിതം, ചിത്ത് കൊണ്ട് മാത്രമായി വിസ്താരിതമാക്കപ്പെട്ടതാണ്. ചിത്ത് കൊണ്ട്, ഞാൻ വിഭിന്നമായ ഓരോ വസ്തുവുമായി കണക്കാക്കുന്നതാണ് ചിത്ത് മാത്രം കൊണ്ട്. ചിത്ത് എന്താണ്? നമ്മുടെ മനസ്സ്.
മനസ്സുകൊണ്ടാണ്, മനസ്സിന്റെ കൽപ്പനകളാണ് ഇതെല്ലാം. ഇതിനെയെല്ലാം വ്യത്യസ്തമായി കാണുന്നത് എൻ്റെ മനസ്സിന്റെ സങ്കല്പം കൊണ്ടാണ്. ഏതൊരു വ്യക്തിയുടെയും മനസ്സിന്റെ സങ്കല്പം കൊണ്ടാണ് ഇതിനെ, ഈ പ്രപഞ്ചത്തെ ഇപ്രകാരം കാണുന്നത്. സർവം ചെയ്തത് അവിദ്യയാ ത്രിഗുണയാ ശേഷം മയാ കൽപ്പിതം. ബാക്കിയെല്ലാം തന്നെ ചിത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് എല്ലാം തന്നെ എന്താണ്? മയാ കൽപ്പിതം, എന്നാൽ കൽപ്പിതമാണ്. ത്രിഗുണയായിട്ടുള്ള അവിദ്യ. അവിദ്യ എന്താണ്? മായ എന്ന് പറയുന്നു. മായ എന്ന് പറഞ്ഞാൽ എന്താണ്? മായ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? ഈശ്വര ശക്തിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ? ത്രിഗുണാത്മികയാണ് മായ. സത്വം, രജസ്, തമസ് എന്നിങ്ങനെ 3 ഗുണങ്ങൾ മായയ്ക്കുണ്ട്. അതിനാണ് രജസൃജതി ഭൂതാനി സത്വം തു പരിരക്ഷതി തമസ് സംഹരതീമാനി ത്രിണ്യബീശ്വര ശക്തയ. ഇങ്ങനെ 3 ഈശ്വര ശക്തികളുണ്ട്. രജസൃജതി ഭൂതാനി, ഭൂതങ്ങളെ സൃഷ്ടിക്കുന്നത് രജോ ഗുണം, ആക്ടിവിറ്റി. അതിനാണ് നമ്മൾ ബ്രഹ്മാവ് എന്ന് പറയുന്നത്. സത്വം തു പരിരക്ഷതി, സത്വഗുണമാണ് രക്ഷണത്തെ നിർവഹിക്കുന്നത്. അത് സത്വഗുണത്തോടു കൂടിയ ദേവനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിഷ്ണു ഭഗവാൻ എന്ന് പറയുന്നത്. തമസ് സംഹരതി ഇമാനി, തമസ് എല്ലാറ്റിനെയും സംഹരിക്കുന്നു, തന്നിലേക്ക് ആഗിരണം ചെയ്യുന്നു. പ്രലയം, പ്രകൃഷ്ടമായ രീതിയിൽ തന്നിലേക്ക് ലയിപ്പിക്കുന്നു. അതാണ് നമ്മൾ പറയുന്നത് ശിവനായിട്ട് അല്ലേ? അപ്പോ ഈ ലയം എന്ന് പറയുന്നത് അഥവാ മരണം എന്ന് പറയുന്നത് എന്തല്ല, അത് നമുക്ക് ഭീതിതമായിട്ടുള്ള ഭയാനകമായ ഒരു സ്ഥിതിവിശേഷമല്ല. കാരണം എന്താണ്? അത് പ്രലയമാണ്, പ്രകർഷേണയുള്ള ലയമാണ്. ഈശ്വരൻ തന്നിലേക്ക് നമ്മെ ലയിപ്പിക്കുന്നതാണ് പ്രലയം എന്ന് പറയുന്നത്. അപ്പോ ശിവപാർവതിമാരെ നമ്മൾ ജഗത്പിതാക്കന്മാരായിട്ടാണ് പറയുന്നത്. അവരിലേക്ക് ലയിപ്പിക്കുകയാണ് അല്ലെ? ഒരു കുഞ്ഞിനെ വാരി പുണർന്ന് തന്നിലേക്ക് അങ്ങോട്ട് എന്താണ് അല്ലെ? എത്രമാത്രമാണ് ഒരു കുഞ്ഞിനെ ദേഹത്തോട് ചേർക്കുക ആളുകൾ. എന്താണത്? മാതാപിതാക്കന്മാർക്ക് ആ കുഞ്ഞിനെ താനുമായി ഏകത്വം പ്രാപിപ്പിക്കുക, ഐക്യം പ്രാപിപ്പിക്കുക. അത്രയേറെ നിർവൃതികരമാണ്. അപ്പൊ അതുപോലെയാണ് യഥാർത്ഥത്തിൽ മരണം എന്ന് പറയുന്നത്. ജഗത്പിതാക്കളായ പാർവതീ പരമേശ്വരന്മാർ നമ്മളെ തങ്ങളിലേക്ക് വിലയം പ്രാപിപ്പിക്കുന്ന പ്രക്രിയയാണ്. അതുകൊണ്ട് അതെന്തല്ല, ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമല്ല മൃത്യു എന്ന് പറയുന്നത്. മരിക്കാൻ പോകുന്ന ആളുകളെ നമ്മൾ പലപ്പോഴും വെന്റിലേറ്ററിലൊക്കെ വെച്ചിട്ട് നമ്മൾ മരണത്തിൽ നിന്ന് പിടിച്ചു നിർത്താറുണ്ട്. അവരോട് ശരിക്ക് ചോദിച്ചാൽ അവർ പറയും എന്ത്? അവർക്ക് മരിക്കുന്നതിന് തന്നെയായിരിക്കും അപ്പോൾ ഇഷ്ടമുണ്ടാവുക. മറ്റൊരു ഉദാഹരണം നോക്കിയാൽ മതി. നമ്മുടെ ഉറക്കം, നല്ല ഉറക്കം വരികയാണ്. ഉറക്കം വരുമ്പോ എന്താണ്? ലോകത്തിൽ നമുക്കുള്ള എല്ലാ ഇഷ്ടങ്ങളെയും നമ്മൾ മാറ്റിവെക്കുന്നു അല്ലേ? നല്ല ഉറക്കം വരുന്ന ഒരാളോട് പറയാം, നല്ലൊരു സിനിമയുണ്ട് നമുക്കിപ്പോ കാണാന്ന് പറഞ്ഞാൽ ഒരു സിനിമ വേണ്ട, ഒന്നും വേണ്ട, എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി, കിടന്നാൽ മതി അല്ലേ? എന്താണ് ഉറക്കം? അതാണ് അല്ലേ? മുത്തശ്ശന്റെ അടുത്ത് പേരക്കുട്ടി കിടന്ന് കളിക്കുന്നു, അല്ലെ മുത്തശ്ശിയുടെ അടുത്ത് പേരക്കുട്ടി കിടന്ന് കളിക്കുന്നു, ചാടി മറിയുന്നു, ദേഹത്ത് മുത്തശ്ശിക്ക് നല്ല ഉറക്കം വരുന്നു. അപ്പൊ എന്ത് ചെയ്യും? മകളെ വിളിച്ച് പറയും, മോളെ ഇവനെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ അല്ലേ? എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു, ഇവനെ അങ്ങോട്ട് കൊണ്ടുപോയിക്കൊള്ളൂ. നോക്കൂ, നമ്മൾ ആ ലൗകികമായതിൽ നിന്ന് നമ്മൾ അങ്ങോട്ടാണ് മാറുന്നത്. മരണം എന്ന് പറയുന്നത് എന്താണ്? മഹാനിദ്രയാണ്. ആ മഹാനിദ്ര വരുന്ന ആൾക്ക് എന്തായിരിക്കും? നമ്മുടെ ഈ സാധാരണയുള്ള ഈ നിദ്രയിൽ പോലും നമ്മുടെ ഭാവം നമുക്ക് അങ്ങോട്ട് നീങ്ങാനാണ് വ്യഗ്രത കൂടുതലെങ്കിൽ മൃത്യുവെന്ന മഹാനിദ്ര, അതുകൊണ്ടാണ് നിദ്രാശബ്ദത്തോടു കൂടി മഹാ ചേർക്കില്ല എന്ന് പറയുന്നത്, ശബ്ദം ചേർക്കില്ല എന്ന് പറയുന്നത്. കാരണം എന്താണ്? മഹാനിദ്ര എന്ന് പറയുന്നത് മരണം തന്നെയാണ്. ആ മഹാനിദ്രയെ പ്രാപിക്കുന്ന ആളുടെ മനോഭാവം എന്തായിരിക്കും? അതിലേക്ക് പോകാൻ തന്നെയായിരിക്കും. അവിടെയാണ് നമ്മൾ അവരുടെ മൂക്കിലും വായിലും ഒക്കെ കുഴലിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ അവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത്. അവർക്ക് നിവൃത്തിയുണ്ടെങ്കിൽ അവർ നമ്മളെ അവിടുന്ന് എഴുന്നേറ്റ് ശാസിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണ്? ഇത് ആ സ്വരൂപത്തിലേക്ക്, ഈശ്വര സ്വരൂപത്തിലേക്കുള്ള നമ്മുടെ ഗമനമാണ്. ഉറക്കത്തിലും അങ്ങനെയാണ് അല്ലെ? ഉറക്കത്തിൽ ഗാഠനിദ്ര വരുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ആ തുരീയ അവസ്ഥയിൽ നമ്മൾ എന്താണ് അനുഭവിക്കുന്നത്? ബ്രഹ്മസാക്ഷാത്കാരം തന്നെയാണ് അനുഭവിക്കുന്നത്. നമ്മൾ നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിലേക്കുള്ള നമ്മുടെ മടക്കം,
എപ്പോഴും നമുക്ക് സ്പൃഹണീയമാണ്. അത് തിരിച്ചു വരവില്ലാത്ത ഒരു മടക്കമാകുമ്പോഴോ അത് ഏറ്റവും തീവ്രതമമായി നാം അതിനായി ആഗ്രഹിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അപ്രകാരം ഇത്തം യസ്യ, അപ്പൊ ഇതെല്ലാം ബാക്കി ഇപ്പൊ യാഥാർത്ഥ്യം അതാണ്, ആ ആത്മാവാണ്. ഇതെല്ലാം എൻ്റെ മനസ്സുകൊണ്ട് കൽപ്പിതങ്ങളായിരിക്കുന്നവയാണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് അത് എന്തിലൂടെയാണ്? മായയിലൂടെ. ഭഗവാൻ തന്നെ പറയുന്നു, ശ്രീകൃഷ്ണവിലാസത്തിൽ അതും പറയുന്നുണ്ട്, ഇയം ച ലോകത്രിതയസ്യ മാതാ മായാഭിധാന മമ ശക്തിരഗ്ര്യ. എൻ്റെ ശക്തികളിൽ ഒന്നാമത്തേതായിട്ടുള്ളത് ഈ ത്രിഗുണാത്മികയായ മായയാണ്. ആ മായയിലൂടെയാണ് ഈ സൃഷ്ടികളെല്ലാം നടന്നിരിക്കുന്നത്. അപ്പൊ ആ മായ കൊണ്ടാണ് ഇതിന്റെ എല്ലാം പ്രതിഫലനം നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ വിധത്തിൽ എൻ്റെ മനസ്സിനാൽ സങ്കല്പിതമാണ് ഈ കാണുന്ന പ്രപഞ്ചം എല്ലാം എന്ന്. ഇത്തം യസ്യ ദൃഢമതിഹി, ഏതൊരാൾക്കാണോ ഈ ദൃഢമായ ബുദ്ധിയുള്ളത്, ഞാൻ ഈ കാണുന്ന എൻ്റെ ഈ ശരീരം, എൻ്റെ ഈ കൈയും കാലും, എൻ്റെ മനസ്സും, എൻ്റെ സമ്പത്തും പുത്രപൗത്രാദികളും ഒന്നുമല്ല, പിന്നെ എന്താണ്, യഥാർത്ഥത്തിലുള്ള ആ ചൈതന്യം തന്നെയാണ് ഞാൻ എന്ന് ദൃഢമായ ബുദ്ധി. ഒരു പ്രഭാഷണം കേട്ടപ്പോ അവിടെ പറഞ്ഞു കേട്ടത് കൊണ്ട് തോന്നിയ ബുദ്ധിയല്ല, അത് ഉത്തമമായ ബോധ്യമായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ ഒരു ആളുണ്ടെങ്കിൽ സുഖതരേ നിത്യേ പരേ നിർമ്മലേ. സുഖതരം, സുഖതരം എന്ന് പറയുന്നത് സുഖതമം എന്ന് അർത്ഥമാണ്. കമ്പാരിറ്റീവ് ഡിഗ്രി ചിലയിടത്തൊക്കെ സൂപ്പർലേറ്റീവിന്റെ അർത്ഥത്തിൽ പ്രയോഗിക്കും. കമ്പാരിറ്റീവ് ഡിഗ്രി പ്രയോഗിച്ചാൽ അർത്ഥം സൂപ്പർലേറ്റീവ് ആണ് പലയിടത്തും, അല്ലേ? നമ്മൾ പറയാറില്ലേ പ്രേയസി എന്ന് പറയാറുണ്ട്, അല്ലെ? പ്രിയം, പ്രിയതരം, പ്രിയതമം. അതാണ് എന്ത്? പ്രിയം, പ്രേയസ്, ശ്രേഷ്ഠം. പ്രേയസ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? പ്രിയതരം എന്നർത്ഥം. അപ്പൊ പ്രേയസി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? പ്രിയതര എന്നാണ്. പ്രിയതര എന്ന് പറഞ്ഞാൽ ഇതെന്റെ പ്രേയസിയാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇനി ശ്രേഷ്ഠയായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി പ്രയോഗിക്കുന്നത് സൂപ്പർലേറ്റീവിന്റെ അർത്ഥത്തിലാണ്. അതായത് മറ്റെല്ലാവരെയും കാൾ പ്രിയതര എന്ന അർത്ഥത്തിലാണ് എന്ത് പറയുന്നത്? പ്രിയതര അഥവാ പ്രേയസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ സുഖതരേ, സുഖതരമായ, മറ്റെല്ലാ സുഖത്തെയും കാൾ വർദ്ധിച്ച സുഖമായിട്ടുള്ള ആ നിർമ്മലമായ ചൈതന്യത്തിൽ യസ്യ ദൃഢാമതിഹി, ഏതൊരാൾക്കാണോ ദൃഢമായ ബുദ്ധിയുള്ളത്, അചഞ്ചലമായ ബുദ്ധിയുള്ളത്, അങ്ങനെയുള്ള വ്യക്തി ചണ്ഡാലോസ്തു സദ്വിജോസ്തു ഗുരുജിത്യഷാമനീഷാമ. അങ്ങനെയുള്ള ആ വ്യക്തി ചണ്ഡാലനോ ദ്വിജനോ ആരുമായിക്കൊള്ളട്ടെ, അതാരാണ് ആ വ്യക്തി? എനിക്ക് ഗുരുനാഥനാണ് എന്ന് ശങ്കരാചാര്യർ വീണ്ടും പറയുന്നു. അപ്പോ എന്താണ്? ബ്രഹ്മൈവാഹമിദം ജഗച്ച സകലം ചിന്മാത്ര വിസ്താരിതം സർവം ചെയ്തത് അവിദ്യയാ ത്രിഗുണയാ ശേഷം മയാ കൽപ്പിതം ഇത്തം യസ്യ ദൃഢാമതി സുഖതരേ നിത്യേ പരേ നിർമ്മലേ ചണ്ഡാലോസ്തു സതുദ്വിജോസ്തു ഗുരുജിത്യേഷാ മനീഷാ മമ. ഇതാണ് എൻ്റെ ബുദ്ധി, എൻ്റെ ഉറച്ച ബുദ്ധി എന്ന് അർത്ഥം. ഇനി നമുക്ക് മൂന്നാമത്തേതും കൂടെ നോക്കാം. നമ്മുടെ സമയം ഏതാണ്ട് അതിക്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ശശ്വന്നശ്വരമേവ വിശ്വമഖിലം നിശ്ചിത്യ വാചാ ഗുരോർ നിത്യം ബ്രഹ്മ നിരന്തരം വിമൃശതാ നിർവ്യാജ ശാന്താത്മനാ ഭൂതം ഭാവി ച ദുഷ്കൃതം പ്രദഹതാ സംവിന്മയേ പാവകേ പ്രാരബ്ധായ സമർപ്പിതം സ്വവപുരിത്യേഷാ മനീഷാ മമ. ഇനി ശരിയായിട്ട് ഈശ്വര സ്വരൂപത്തെ സാക്ഷാത്കരിച്ചാൽ അഥവാ പരമാത്മജ്ഞാനം ശരിയായി ഉദിച്ചാൽ, നാം കേട്ടിട്ടുണ്ട് എന്താണ്? ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി. ബ്രഹ്മവിത്ത്, ബ്രഹ്മത്തെ അറിയുന്നവൻ. ബ്രഹ്മവിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മത്തെ അറിയുന്നവൻ. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ആര് തന്നെയാണ്? ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മം തന്നെ ആയിത്തീരുന്നു. പിന്നെ അവൻ ആരല്ല? പിന്നെ അവനൊരു വ്യക്തിയല്ല, ബ്രഹ്മം തന്നെയാണ് എന്നാണ്. അപ്പോ അങ്ങനെയുള്ള വ്യക്തി എങ്ങനെയാണ്? ശശ്വത് നശ്വരമേവ വിശ്വമഖിലം
നിശ്ചിത്യ വാചാ ഗുരോഹു. അങ്ങനെ ഒരു അർത്ഥത്തിലേക്ക് എത്തണമെങ്കിൽ, നിലയിലേക്ക് എത്തണമെങ്കിൽ ഒരു ഗുരുവിന്റെ നിർദ്ദേശം, സഹായം അവിടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് വേദാന്തത്തിൽ പറയുന്നത് എന്താണ്? ശരിയായ അധികാരിയായ മനുഷ്യൻ, അധികാരത്തിന് എന്തൊക്കെ എന്ന് പറയുന്നുണ്ട്. എന്താണ്? അധികാരി വിധിവത് അഖില വേദാർത്ഥ അസ്മിൻ ജന്മനി ജന്മാന്തരേവ കാമ്യ നിഷിദ്ധ വർജന പുരസ്സരം നിത്യ നൈമിത്തിക പ്രായശ്ചിത്തോപാസനാനുഷ്ഠാനേന നിർഗത നിഖില കന്മഷതയാ നിതാന്ത നിർമ്മല സ്വാന്ത സാധന ചതുഷ്ടയ സമ്പന്ന പ്രമാദ അധികാരി എന്ന് പറയുന്നുണ്ട്. വേദവേദാംഗങ്ങളെ ശരിയായി അഭ്യസിച്ച്, അത് ഈ ജന്മത്തിലോ മുജ്ജന്മങ്ങളിലോ അഭ്യസിച്ച്, ജന്മജന്മാന്തരങ്ങളിലായി വേദവേദാംഗങ്ങളെ എല്ലാം അഭ്യസിച്ച് പരമാർത്ഥ ജ്ഞാനം സിദ്ധിച്ച വ്യക്തി, അങ്ങനെയുള്ള ആൾ ശമതമാതി ഷഡ്കസമ്പത്തിയോടൊക്കെ കൂടിയ വ്യക്തി അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? ദീപ്തശിരാഹ ജലരാശിം ഇവ. ദീപ്തശിരസ്, തലയ്ക്ക് തീപിടിച്ചവൻ ജലരാശിയെ അന്വേഷിക്കുന്നത് പോലെ അത്രയും തീവ്രമായ അഭിനിവേശത്തോടെ ഗുരുവിനെ അന്വേഷിക്കുന്നുണ്ട്. ആ ഗുരുവാണ് ശരിയായിട്ടുള്ള മുക്തിയുടെ മാർഗം ഉപദേശിച്ചു കൊടുക്കുന്നത്. കാരണം നമ്മളൊക്കെ വ്യക്തികളാണ്, മനുഷ്യരാണ്. നമ്മളിൽ എന്തുണ്ടാകും? അജ്ഞാനത്തിന്റെ ലേശമൊക്കെ നമ്മളിൽ അവശേഷിക്കും. അവിടെ നിന്ന് നമുക്ക് യഥാർത്ഥത്തിലുള്ളതായ മാർഗം, ശ്രേയോ മാർഗം കാട്ടിത്തരുന്നതിന്റെ, നമ്മളിലുള്ള അന്ധകാരത്തെ മാറ്റുന്ന ഗുഹു അന്ധകാരഃ ഋഹു തന്നിരോധക, അല്ലെ? ഗുശബ്ദസ്തു അന്ധകാരസ്യ ഹൃശ്ച തന്നിരോധക അന്ധകാര വിനാശിത്വ ഗുരുജിത്യഭിധീയതേ എന്ന് ഗുരുഗീതയിൽ പറയുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ അന്ധകാരത്തെ മാറ്റിക്കളയുന്നതിന് ശക്തനായ ഒരു ഗുരുവിന്റെ മാർഗനിർദ്ദേശനം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അപ്രകാരമുള്ള ഗുരുവിന്റെ വാക്കിലൂടെ ശാശ്വത് നശ്വരമേവ വിശ്വമഖിലം, ഈ അഖിലം വിശ്വം എന്താണ്? നശ്വരമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നിത്യം ബ്രഹ്മ നിരന്തരം വിമൃശത നിർവ്യാജ ശാന്താത്മന, നിർവ്യാജമായ ശാന്താത്മാവായിട്ട്, വ്യാജമായിട്ടുള്ള ശാന്തിയല്ല. ഇപ്പൊ എനിക്ക് മനസ്സ് ശാന്തമാണെന്ന് പറഞ്ഞാൽ പോരാ, നിർവ്യാജമായി യഥാർത്ഥത്തിൽ തന്നെ ശാന്തമായ അന്തരംഗത്തോട് കൂടിയവനായി, അന്തരംഗം അല്ലെ, ബഹിരംഗമല്ല, അന്തരംഗം, മനസ്സ്, അങ്ങനെയുള്ള നിർവ്യാജമായ അന്തരംഗത്തോടെ നിത്യം ബ്രഹ്മ വിമൃശത, നിത്യം എല്ലായ്പ്പോഴും ബ്രഹ്മത്തെ തന്നെ വിമൃശത എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുന്നത്, വിമർശിക്കുക, പരാമർശിക്കുക, സ്പർശിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ബ്രഹ്മത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവനായ മനുഷ്യൻ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഭൂതം ഭാവിച്ച ദുഷ്കൃതം പ്രദഹത. അദ്ദേഹം ഭൂതവും ഭാവിയുമായിട്ടുള്ള സകല ദുഷ്കൃതങ്ങളെയും ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിച്ചു കളയുന്നവനാണ്. ഗീതയിൽ പറയുന്നില്ലേ, യഥൈധാംസി സമിദ്ധോഗ്നിഹി ഭസ്മസാത് കുരുതേ അർജുന ജ്ഞാനാഗ്നി സർവഭൂതാനി ഭസ്മസാത് കുരുതേ തഥ. എപ്രകാരമാണോ വിറകിന്റെ വലിയ കൂമ്പാരങ്ങളായാലും, ആകാശം മുട്ടിക്കിടക്കുന്ന കൂമ്പാരങ്ങളായാലും അഗ്നി ആ വിറകിനെ ഭസ്മസാത്കരിച്ച് കളയുന്നത്, അതുപോലെ ജ്ഞാനാഗ്നി സകല കർമ്മങ്ങളെയും എന്ത് ചെയ്യുന്നു? ഭസ്മസാത്കരിക്കുന്നു, ഇല്ലാതെയാക്കി തീർക്കുന്നു. അപ്പോൾ ഇദ്ദേഹം മുജ്ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ളതായ കർമ്മങ്ങൾ, ആ കർമ്മങ്ങളുടെ വാസനകൾ, കർമ്മഫലങ്ങൾ, അതിനെന്ത് ചെയ്യുന്നു? ജ്ഞാനം ഉണ്ടാകുമ്പോൾ അതിനെ ഭസ്മസാത്കരിച്ച് കളയുന്നു. ഭസ്മീകരിച്ചാൽ കുറച്ചൊക്കെ അവശേഷിക്കാം. ഭസ്മസാത്കരിക്കുക എന്ന് പറഞ്ഞാൽ നിശേഷമായും ഭസ്മമാക്കുക എന്നാണ് അർത്ഥം. അപ്പൊ അതിൽ എന്താണ്? ചിലതൊക്കെ ഫലിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മളെപ്പോഴും പറയാറില്ലേ, പ്രാരബ്ധം. പ്രാരാബ്ധമല്ല, പ്രാരബ്ധം. മുൻപ് ചെയ്തിട്ടുള്ളതായ കർമ്മങ്ങൾ ഫലിക്കുവാൻ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് പ്രാരബ്ധം എന്ന പദത്തിന്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ അനുഭവിച്ചു കഴിഞ്ഞതുണ്ടാകും, ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുണ്ടാകും, ഇനിയും അനുഭവിക്കാനുള്ള കർമ്മങ്ങൾ അവശേഷിക്കുന്നുണ്ടാകും. പക്ഷേ
ജ്ഞാനം സിദ്ധിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി. പിന്നെയും അദ്ദേഹം എന്തിനാണ് ജീവിക്കുന്നത്? ജീവൻ മുക്തനായിരിക്കുന്നു. മുക്തി വന്നു, ജ്ഞാനം സിദ്ധിച്ചതോടെ മുക്തനായി തീർന്നു. അപ്പോൾ പിന്നെ മുക്തനായി പിന്നെ എങ്ങനെയാണ് ഭൂമിയിൽ ജീവിക്കുന്നത്? അവിടെ പറയുന്നത് വേദാന്തം കൃത്യമായി അത് നമുക്ക് ഉപദേശിച്ച് തരുന്നത് ഇങ്ങനെയാണ്: പഠിക്കുവാൻ തുടങ്ങിയിരിക്കുന്ന കർമ്മം, ആ കർമ്മം അനുഭവിച്ച് തീരുന്നതുവരെയും ശരീരപാതം അഥവാ മൃത്യു ഉണ്ടാകുന്നില്ല. ജ്ഞാനം സിദ്ധിച്ച ആളാണ്. അതെന്തുപോലെയാണ്? അപ്പൊ ജ്ഞാനം സിദ്ധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ശരീരം പിന്നെ ഇല്ലാണ്ടാവണ്ടേ? അങ്ങനെയല്ല, അത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ശക്തനായ നല്ല ഒരു വില്ലാളി തൊടുത്തുവിട്ട ഒരസ്ത്രം, ആ അസ്ത്രം ലക്ഷ്യം ഭേദിച്ചു കഴിഞ്ഞാലും അതിന്റെ ശക്തി തീരുവോളവും അത് മുന്നോട്ട് ഗമിച്ചുകൊണ്ടേയിരിക്കും. ഭേദിക്കേണ്ട, ലക്ഷ്യം ഭേദിച്ചു കഴിഞ്ഞു, ഉടനെ അവിടെ വീഴുന്നില്ല. അത് മുന്നോട്ട് ആ തേരാളി, ആ യോദ്ധാവ് എത്ര ശക്തിയിലാണോ അത് പ്രയോഗിച്ചത്, ആ ശക്തി തീരുന്നത് വരെയും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ എന്താണ് അനുഭവിക്കാൻ തുടങ്ങിയതായ ദുഷ്കർമ്മങ്ങളുടെ ഫലം, ഭരിക്കുവാൻ തുടങ്ങിയതായ ദുഷ്കർമ്മങ്ങൾ അവസാനിക്കുന്നത് വരെയും ആ ജ്ഞാനി ലോകത്ത് ജീവിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ എന്തുണ്ടാകുന്നില്ല? ലോകത്തിന്റെ മായകളൊന്നും അദ്ദേഹത്തെ ബാധിക്കുകയില്ല. എന്തുപോലെയാണ് ഒരു മാൻ കാനൽ ജലം കണ്ടിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ ജലമാണെന്ന് വിചാരിച്ചത് ഓടിപ്പോകുന്നു. പക്ഷേ അത് യഥാർത്ഥത്തിൽ അതിനറിയില്ല അത് മിഥ്യയാണെന്നുള്ളത്. അറിയാത്ത മാൻ അതിനെ തേടി ഓടുന്നു. പക്ഷെ അത് അറിയുന്ന മനുഷ്യനോ അതിന്റെ പ്രതിഭാനമുണ്ടെങ്കിൽ പോലും, കാനൽ ജലത്തിന്റെ പ്രതിഭാനം, മരീചികയുടെ പ്രതിഭാനമുണ്ടെങ്കിൽ പോലും അതിന്റെ പിന്നാലെ ഓടുന്നില്ല. അതുപോലെയാണ് ജ്ഞാനം സിദ്ധിച്ച ആൾ വീണ്ടും ജീവിക്കുന്നുവെങ്കിൽ, ജീവൻ മുക്താവസ്ഥയിൽ ജീവിക്കുന്നുവെങ്കിൽ പോലും എന്തുണ്ടാകുന്നില്ല? ബാക്കി കർമ്മങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. ബാക്കി ഫലിച്ചുകൊണ്ടിരിക്കുന്ന ആ കർമ്മം കഴിഞ്ഞാൽ ശരീരപാതം ഉണ്ടാകും. പിന്നെ അനുഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് വീണ്ടും ദീർഘമായ ആയുസ് ഉണ്ടാകുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്രകാരം കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ എല്ലാ കർമ്മഫലങ്ങളെയും ദഹിപ്പിച്ച് കഴിയുന്ന ആൾ, ഭൂതം ഭാവിച്ച ദുഷ്കൃതം, അതാണ് ഇനി വരാനിരിക്കുന്ന ദുഷ്കൃതങ്ങളും പ്രദഹത, ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിച്ചു കളയുന്നതായ ആ വ്യക്തി, സംവിത് സ്വരൂപത്തിലുള്ളതായ ബ്രഹ്മജ്ഞാനത്തിന്റെ സ്വരൂപത്തിലുള്ളതായ അഗ്നിയിൽ കഴിഞ്ഞുപോയതും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇനി അനുഭവിക്കാനിരിക്കുന്നതുമായ സമസ്ത കർമ്മങ്ങളെയും ദഹിപ്പിച്ചു കളഞ്ഞവനായ ആ മനുഷ്യൻ പ്രാരബ്ധായ സമർപ്പിതം സ്വബുഹു ഇത്യേഷാ മനീഷാ മമ. അങ്ങനെയുള്ള ആൾ പ്രാരബ്ധം ആരംഭിച്ച് ഫലിക്കാൻ തുടങ്ങിയ ആ കർമ്മത്തിന്റെ പരിസമാപ്തി വരെ മാത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. ഇതി ഏഷാ മനീഷാ മമ എന്നതാണ് എൻ്റെ മനസ്സിന്റെ ഉത്തമമായ ബോധ്യം എന്ന് ശങ്കരഭഗവത്പാദർ പറഞ്ഞിരിക്കുന്നു. ശശ്വന്നശ്വരമേവ വിശ്വമഖിലം നിശ്ചിത്യവാചാ ഗുരോ നിത്യം ബ്രഹ്മ നിരന്തരം വിമൃശത നിർവ്യാജശാന്താത്മന ഭൂതം ഭാവിച ദുഷ്കൃതം പ്രദഹദാ സൻവിന്മയേ പാവകേ പ്രാരബ്ധായ സമർപ്പിതം സ്വവപുരിത്യേഷാ മനീഷാ മമ. 2 ശ്ലോകം അവശേഷിക്കുന്നത് സമയം അതിക്രമിച്ചത് കൊണ്ട് ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.